ഓക്കെ. സോ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നമ്മൾ കാണുമ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? നീവ ഇത് കാണുന്നില്ലെന്ന് ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയൂ. Okay. So far we have completed our module 1. These are the topics. You know how to study it properly. But if some topics were very hectic for you, you can leave so that all the remaining topics should be in your hand. ആ രീതിയിൽ പഠിക്കുക കേട്ടോ. നമുക്കറിയാം ഒരു ബറോപിറ്റിന്റെ ഒക്കെ ഒരു പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അതിലുള്ള ബാക്കിയെല്ലാം പഠിക്കുക. ആ രീതിയിൽ നോക്കാം. നമുക്ക് ബറോപിറ്റിന്റെ ഞാൻ റിവിഷൻ ഓൺലൈനിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ഈ വരുന്ന എന്താ പറയാ റെമഡിയൽ ടെസ്റ്റിന് അത് പഠിക്കണ്ട. റെമഡിയൽ ടെസ്റ്റിന് ഞാൻ ഇതിൽ ബറോപിറ്റിന്റെ യൂട്യൂബ് റെക്കോർഡിങ്സിൽ അത് ഉണ്ടായിരിക്കില്ല. ബാക്കിയെല്ലാം പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും നമ്മുടെ ട്യൂസ്ഡേത്തെ എക്സാമിന് പഠിച്ചിട്ട് വരണം. അതെന്തായാലും ഇന്ന് കവർ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാ പോർഷനും അവസാനിച്ചിട്ട് ആ ബറോപിറ്റിന്റെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ലൈക്ക് വൈസ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, ഡ്രൈ സീവ് അനാലിസിസ് ആൻഡ് വെറ്റ് സീവ് അനാലിസിസ് വി ഹാവ് കവേർഡ് അല്ലേ? ഡ്രൈ സീവ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോഴ്സ് ഗ്രെയിൻ സോയിലിന് നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് ആണ് പെർഫോം ചെയ്യുക. അതിന്റെ ബേസിലാണ് യു ക്യാൻ ബി ജഡ്ജ്മെന്റൽ ടു ക്ലാസിഫൈ യുവർ സോയിൽ ടു ഗെറ്റ് ഇറ്റ്സ് നോമൻക്ലേച്ചർ. ഇറ്റ്സ് എ പ്രൊസീജിയർ. സീവ് അനാലിസിസ് എന്ന് തുടങ്ങിയാലാണ് നമുക്ക് ആ സോയിലിന്റെ പേര് എന്താന്നുള്ളത് ഇടാൻ പറ്റുള്ളൂ അല്ലെ? കോഴ്സ് ഗ്രെയിൻ സോയിലിന് വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണോ, പുവർലി ഗ്രേഡഡ് ഗ്രാവൽ ആണോ, GW ആണോ, GP ആണോ എന്നുള്ളത് പേരിടണമെങ്കിൽ സീവ് അനാലിസിസ് പെർഫോം ചെയ്യണം. അപ്പൊ ഒരു സോയിലിന്റെ പേരിടുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ആ പാർട്ടിക്കിൾ സൈസിന്റെ ബേസിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. സോ IS ക്ലാസിഫിക്കേഷൻ, ISE ക്ലാസിഫിക്കേഷൻ, ഇന്ത്യൻ സോയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ സീവ് അനാലിസിസ് ആണ് അതിന്റെ ഒരു സംഭവം. അതുകൊണ്ടാണ് പാർട്ടിക്കിൾ സൈസിനെ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇതിന് ഞാൻ വീണ്ടും ഇനി പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ പഠിക്കുക. അതിൽ ഇത്തരം പ്രോപ്പർട്ടീസും കാര്യങ്ങളും വോളിമെട്രിക് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ദെൻ അവിടെ ഗാമയുടെ റിലേഷൻഷിപ്സ് ഡെറിവേഷൻസ് ധാരണ വരുന്നുണ്ട്. ഗാമ ഈക്വൽ ടു G+ES/1 + E × ഗാമ W ഓർ റോ എസ് ഈക്വൽ ടു എന്താ വരും, എന്താണ് G × റോ W/1 + ES എന്നുള്ള രീതിയിൽ അങ്ങനെ വരും അല്ലെ? യൂണിറ്റ് വെയിറ്റിന്റെ രീതിയിലാണ് അങ്ങനെ, മാസ് ഡെൻസിറ്റിയുടെ രീതിയിലാണ് അങ്ങനെ. അപ്പൊ ആ രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ആണ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ ഗാമാഡി രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസ് ചെയ്യുന്നത് നമ്മൾ, പിന്നെ വോയിഡ് റേഷ്യോ, അതൊക്കെ അത് തന്നെ ചോദിക്കുള്ളൂ. പക്ഷെ അതൊന്ന് എഴുതി പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വരിക, ഈ ട്യൂസ്ഡേത്തെ പരീക്ഷയ്ക്ക് വരിക കേട്ടോ. ഓക്കെ. അതിനുശേഷം പിന്നെ വരുന്നത് ടെസ്റ്റുകളാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ആസ് പെർ IS 2720 വി ആർ പെർഫോമിംഗ് ഓൾ അവർ ലാബ് ടെസ്റ്റ് starting from water content, specific gravity. If it is for coarse grained soils, you have to take the pyknometer of 1000 ml capacity. If it is fine grained soil, you have to adopt specific gravity bottle procedure where you are taking capacity bottle as 100 ml. പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ഇക്വേഷൻ G = എന്നുള്ളത് കാണാപ്പാടം പഠിക്കണം, അതിന്റെ പ്രോബ്ലംസും ഒക്കെ പഠിക്കണം. ക്ലിയർ അല്ലേ? ഡെറിവേഷൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബൈ ഹാർട്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. പണ്ട് നമുക്ക് ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് അതുപോലും ഇല്ല കേട്ടോ. ഓക്കെ. അതിന്റെ ശേഷം ഇപ്പൊ ഇത് ഫീൽഡ് ഡെൻസിറ്റി ആണ് പിന്നെ വരുന്നത്. ഫീൽഡ് ഡെൻസിറ്റിയുടെ ഇതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്, ഇനി ഒന്നും പറയുന്നില്ല. അതിൽ പ്രോബ്ലംസ് ഈ ടെസ്റ്റുകളുടെ പ്രൊസീജിയർ പഠിക്കുന്നതോടൊപ്പം പ്രൊസീജിയർ മാത്രമല്ല, അതിന്റെ ഒരു സ്കെച്ച് വരയ്ക്കാനും കൂടി പഠിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതൊരു ടെസ്റ്റ് പറയുകയാണെങ്കിലും അതിന്റെ ഒരു ടെസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു സ്കീമാറ്റിക് ആയിട്ട് ഇപ്പോൾ വരയ്ക്കാലോ. ഇപ്പൊ ഒരു കണ്ടെയ്നർ എടുക്കുന്നു, അതിൽ സോയിൽ നിറയ്ക്കുന്നു, അപ്പൊ വെയിറ്റ് വരും, പിന്നെ അത് ഡ്രൈ വെയിറ്റ്, ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യു ക്യാൻ ഈവൻ ഡെസിഗ്നേറ്റ് യുവർ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ്. അപ്പൊ വാട്ട് എവർ ദ ടെസ്റ്റ് ഓർ ദ തിങ്സ് യു ആർ ഡിസ്ക്രൈബിങ്, ബി ഇറ്റ് വിത്ത് എ സ്കെച്ച്. അപ്പൊ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കൊന്നും പോവില്ല. മനസ്സിലായോ? എന്നിട്ട് ഇക്വേഷനിലും എക്സ്പ്രഷൻസിലും ഒക്കെ അവസാനം എത്തിച്ചേരുക. ദെൻ ഈ പറഞ്ഞത് ഞാൻ എന്തായിരുന്നു, സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും കോർ കട്ടർ മെത്തേഡും ഒക്കെ പറയുമ്പോൾ അതിന്റെ സംഭവങ്ങൾ, പിന്നെ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെക്കോർഡിൽ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, അത് കേട്ട് പഠിക്കുക. ദെൻ ഈ സോയിൽ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് അവിടെ ഇവിടെയൊക്കെ ചോദിക്കും, പാർട്ട് എയിലും പാർട്ട് ബിയിലൊക്കെ ചോദിക്കും. സോയിൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? കോഴ്സ് ഗ്രെയിൻ സോയിലിന് രണ്ട് തരം സ്ട്രക്ചർ അല്ലെ? സിംഗിൾ ഗ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഹണികോം സ്ട്രക്ചർ. മറ്റേ ക്ലേക്ക് ആണെങ്കിൽ ഫ്ലോക്കുലേറ്റഡ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് അത് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ.
അതുപോലെ മിനറോളജി ആണ് അടുത്ത ടോപ്പിക്. മിനറോളജി ഒക്കെ നമ്മൾ വളരെ മുന്നേ കവർ ചെയ്തതാണ്. മിനറോളജി എന്താണ് ഇല്ലൈറ്റ്, മോൺമോറിലോനൈറ്റ് എന്നൊക്കെ പറയുന്നതാണ് ക്ലേ സ്ട്രക്ചറിന്റെ ബേസിക് അല്ലെ. സിലിക്കൺ ആറ്റംസ് ഓക്സിജൻ ആയിട്ട് നമ്മൾ കൊവാലൻ ബോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇല്ലൈറ്റ്, മോൺമോറിലോനൈറ്റ് എന്നൊക്കെ പറയുന്ന തരം ക്ലേ മിനറൽസ് ആണ്. ദോസ് ആർ ഇമ്പാർട്ടിങ് ദി മിനറോളജി ടു യുവർ ക്ലേ സോ ദാറ്റ് ദ ക്ലേ ഹാസ് എക്സിസ്റ്റൻസ്. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ സംഭവങ്ങൾ വരിക. അതൊരു ബൈഹാർട്ട് പഠിക്കാനുള്ളതാണ് ഉള്ളത്. 2 സ്ലൈഡിനാണ് നമ്മുടെ എല്ലാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷന്റെ ഉള്ളിൽ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നോക്കിയിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? വൈഷ്ണവ്, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കേട്ടു. അപ്പൊ അതുപോലെ പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ശേഷം ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടില്ല. നമുക്കറിയാം 3 ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ വരുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ പാർട്ടിക്കിൾ സൈസ്, റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. ദീസ് ആർ ദ 3 ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അല്ലെ. അപ്പൊ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിന്റെ ഇ മാക്സ് മൈനസ് ഇ മിനിമം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അവർ വെക്കുന്നതായിട്ട് കാണാം. ഈ സാധനം ഇത് പഠിക്കാൻ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ അത്രേ ഉള്ളൂ. ഇ മാക്സ് മൈനസ് നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം വോയിഡ് ഡെൻസിറ്റി ആൻഡ് മിനിമം വോയിഡ് ഡെൻസിറ്റി ഹാപ്പനിങ് ടു എ സോയിൽ സാമ്പിൾ, സോയിൽ സ്പെസിമെൻ ഓർ സോയിൽ സ്ട്രാറ്റ. ഓക്കെ, റിയൽ ഫീൽഡിലാണെങ്കിലും ലാബ് കേസിലാണെങ്കിലും അത് പഠിക്കണം. അത് എപ്പോഴും ചോദിക്കുന്നുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്നും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ അത് നമ്മൾ അവിടെ കവർ ചെയ്തു. ഫസ്റ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടി വാസ് കവേർഡ് ഇൻ അവർ ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ ഇൻ ദ സെക്കൻഡ് മൊഡ്യൂൾ we are to have the 2 more properties. അതാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കണ്ടോ, അത് സീവ് അനാലിസിസ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലെ പാർട്ടിക്കിൾ സൈസ് ആണ് സെക്കൻഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ഡെൻസിറ്റി കഴിഞ്ഞാൽ അടുത്ത ഇൻഡെക്സ് പ്രോപ്പർട്ടി പാർട്ടിക്കിൾ സൈസ് ആണ്. പാർട്ടിക്കിൾ സൈസ് കോഴ്സ് ഗ്രെയിൻ സോയിലിന് പാർട്ടിക്കിൾ സൈസ് അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഡ്രൈ സീവ് അനാലിസിസ്. നമുക്കറിയാം, ഒരു ചരലോ മണലോന്റെ ഒരു മിശ്രിതം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്താൽ പോരെ? സീവ്സ്, സെറ്റ് ഓഫ് സീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ decreasing order starting from the top to bottom. ആ രീതിയിൽ IS designated sieves are there. ഇന്ത്യൻ സ്പെസിഫിക്കേഷൻസ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സീവ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ആ സീവ്സ് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. 1 കിലോ മണ്ണിട്ടിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സീവ് ചെയ്യുന്നു. റിട്ടൈൻഡ് വെയിറ്റ് ഒക്കെ നോട്ട് ചെയ്തിട്ട് അതിന്റെ ബേസിൽ പെർസെൻറ്റേജ് പാസിംഗ് ത്രൂ ഈച്ച് ഓഫ് യുവർ സീവ് സെറ്റ്സ് കറസ്പോണ്ടിങ് ടു പെർസെൻറ്റേജ് പാസിംഗും പാർട്ടിക്കിൾ സൈസും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. മനസ്സിലായോ? പെർസെൻറ്റേജ് പാസിംഗ്, ഓരോ സീവിൽ എത്രമാത്രം പെർസെൻറ്റേജ് ആണ് പാസ്സായി പോയത് എന്നുള്ളതും, അതിന്റെ സീവ് സൈസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സീവിലൂടെ പാസ് ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ്? ആ സീവിനേക്കാളും ചെറിയവനായതുകൊണ്ടല്ലേ പാസ്സായി പോയത്. അപ്പൊ സീവ് സൈസ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ സൈസ് തന്നെയാണ്. അപ്പൊ ആ തമ്മിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് സെമി ലോഗിൽ വരച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ റിവിഷൻ ടൈമിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഒരെണ്ണൊക്കെ ക്ലാസ്സിൽ ചെയ്തപ്പോൾ നിങ്ങൾ ആരും ഗ്രാഫ് കൊണ്ടുവന്നില്ല എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അത് നോക്കുക കേട്ടോ. അത് പഠിക്കുക, പരീക്ഷയ്ക്ക് പഠിക്കണം. നമ്മുടെ ഈ ഒരു എക്സാമിന് അത് നോക്കി വിടുക. റിവിഷൻ ടെസ്റ്റിനൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ അത് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ സീവ് അനാലിസിസ് എന്നാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സീവ് അനാലിസിസിൽ ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സോയിൽ വെൽ ഗ്രേഡഡ് ആണോ, പുവർലി ഗ്രേഡഡ് ആണോ, ഗ്യാപ് ഗ്രേഡഡ് ആണോ, യൂണിഫോം ഗ്രേഡഡ് ആണോ എന്നുള്ളതൊക്കെ അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിന് പറയാൻ പറ്റും. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇപ്പൊ അതൊന്നും നോക്കി പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് പറയണത്? ദർ ആർ സം യൂണിഫോമിറ്റി ഇക്വേഷൻ, ദർ ആർ സം ഇൻഡിസസ് അല്ലെ. CUCC D6 D10 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇഫക്റ്റീവ് സൈസ് D10, ദെൻ CUCC എന്ന് പറയുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സോയിൽ വെൽ ഗ്രേഡഡ് ആണോ, പുവർലി ഗ്രേഡഡ് ആണോ? മനസ്സിലായോ? അവർ പറയുന്ന 2 സിയും CCയും ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ പറയുന്ന വാല്യൂന്റെ ഉള്ളിലാണെങ്കിൽ എന്താണ്? ആസ് പെർ ദാറ്റ് റേഞ്ച് ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ആണ്, അല്ലെങ്കിൽ പുവർലി ഗ്രേഡ്. അത്രേ ഉള്ളൂ. അപ്പൊ ഗ്രാവൽ ആണെന്നുള്ള അത് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ആ ഇതിൽ എവിടേക്കോ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് അത് പറയാം. ഗ്രാവൽ എന്ന് പറയുമ്പോൾ എന്താണ്? 50%-നേക്കാളും കൂടുതൽ നമ്മുടെ 4.76 mm റീറ്റേൺ വന്ന് നിൽക്കുകയാണെങ്കിൽ ഗ്രാവലാണ്. ഇനി 4.76 mm-ന്റെയും 75 മൈക്രോണിന്റെ ഇടയിൽ 50% വെയിറ്റ് ഓഫ് സോയിൽ റിട്ടൈൻഡ് ആവുകയാണെങ്കിൽ എന്താണ് വരുന്ന? സാൻഡ് ആണെന്നുള്ള രീതിയിലാണ് ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുക. ഇനി 50%-നേക്കാളും കൂടുതൽ നമ്മുടെ 75 മൈക്രോണിലൂടെ കടന്നു പോയെങ്കിൽ അത് ഭയങ്കര തരിയാന്നല്ല അർത്ഥം. അപ്പൊ അത് ഫൈൻ ഗ്രെയിൻ സോയിൽ ആണ്. ഇറ്റ് കുഡ് ബി
ഇറ്റ് കുഡ് ബി സിൽട്ട് ഓർ ക്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ അസസ് ചെയ്തിട്ടൊക്കെയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡഡ് വീഡിയോയിലും ഒരെണ്ണത്തിൽ നമ്മളത് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അത് അങ്ങനെ കോഴ്സ് ഗ്രെയിൻ്റെ നമ്മൾ GPGW എന്ന് പറഞ്ഞ് പേരിടും, അല്ലെങ്കിൽ SPSW എന്ന് പറഞ്ഞ് പേരിടുമെങ്കിൽ ഫൈൻ ഗ്രെയിൻ സോയിലിന് നമ്മൾ എങ്ങനെ നെയിം ചെയ്യുക? ക്ലേ ആണ്, സിൽട്ട് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് എ ലൈൻ്റെ ഇതിലാണ്. എ ലൈൻ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിറ്റി ചാർട്ടാണ്. ആ ചാർട്ടിന്റെ എ ലൈൻ്റെ ഇക്വേഷൻ പ്രകാരം എ ലൈൻ ഒരു IP എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ IP എന്ന് പറയുന്നതിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ IP ലൈൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്ലേ എന്ന് പറയും. ആ IP ലൈൻ്റെ ചോടയാണെങ്കിൽ അതെല്ലാം നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിലുണ്ട്. അപ്പൊ അത് എക്സാമിന് വരുന്നവർ അത് കേട്ട് പഠിച്ചിട്ട് വന്നേ പറ്റൂ, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ആ IP ലൈൻ്റെ എബവ് ആണെങ്കിൽ ക്ലേ ആണ്, ബിലോ ആണെങ്കിൽ എന്താണ്? സിൽട്ട് ആണ്. ഇനി ക്ലേ തന്നെ 3 തരമുണ്ട്: ലോ കംപ്രസിബിൾ, ഹൈ കംപ്രസിബിൾ, മീഡിയം കംപ്രസിബിൾ. അതിന്റെ നെയിമിലാണ് നമ്മൾ ക്ലേക്ക് പേരിട്ട് പോവുക. CL ആണോ, CH ആണോ, CM CI ആണോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അത് പഠിക്കണം കേട്ടോ. ഈ ഒറ്റ വാക്കേ പക്ഷെ ഇതിൽ ഇത്രയും കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയുള്ളത് നമുക്ക് ഹൈഡ്രോമീറ്റർ അനാലിസിസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഹൈഡ്രോമീറ്ററിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കറക്ഷൻസ് ടു ഹൈഡ്രോമീറ്റർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അപ്പൊ അത് നന്നായിട്ട് പഠിക്കണം. 4 കറക്ഷൻസ് വെറുതെ പേര് എഴുതി വെച്ചാലൊന്നും മാർക്ക് കിട്ടില്ല കേട്ടോ. ഹൈഡ്രോമീറ്റർ കറക്ഷൻസ് പറഞ്ഞിട്ടേ ഇങ്ങനെ പറ്റിക്കാൻ പോണ പോലെ എഴുതി വെച്ചാലൊന്നും മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അപ്പൊ കറക്റ്റ് അതിൽ പറയുന്ന ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെക്കണം. മനസ്സിലായോ? ദെൻ കാലിബ്രേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇതെന്താണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടി കണ്ടോ, കമ്പൈൻസ്, ഇതൊക്കെ തന്നെയാണ് നമ്മളവിടെ ആ ഒരു ടോപ്പിക്കിൽ കവേർഡ് ആയത്. നമ്മുടെ സ്ലൈഡിലും ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിലും ഉണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരും ചെയ്യാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ എടുത്ത് തന്നെ എഗെയിൻ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അത് നോക്കി പഠിക്കുക. അപ്പൊ അതിലൊരു കോൺ പെനിട്രോമീറ്റർ ഒന്നും അതൊക്കെ എടുക്കുമ്പോൾ ഈ 5-10 പേരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് കേട്ട് പഠിക്കുക കേട്ടോ. കോൺ പെനിട്രോമീറ്ററിന് എടുത്ത് പറയുന്നുണ്ട് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ. കാസഗ്രാൻഡെ പാരറ്റസ് ആണ് നമ്മുടെ ലാബിലൊക്കെ ചെയ്യുക. എന്താണ്? ഫ്ലോ കർവ് വരയ്ക്കാനായിട്ട്. ഇത് എന്ന് പറയുന്ന ഒരു മെഷീനാണ് കോൺ പെനിട്രോമീറ്റർ. അതിന്റെ ബേസിൽ നമുക്ക് ആ സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ആണെങ്കിൽ അത് ചോദിക്കാം, ഏത് വേണമെങ്കിൽ ചോദിക്കാം, കാരണം പ്ലെന്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ദിയർ. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനെയും പറ്റിയ ഐഡിയ ഉണ്ടാവണം. അപ്പൊ ആ രീതിയിൽ അറ്റർബർഗ് ലിമിറ്റ്സ് പഠിക്കാം കേട്ടോ. അപ്പൊ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലെ റിലേറ്റഡ് ഡെൻസിറ്റി പഠിച്ചു. പാർട്ടിക്കിൾ സൈസിനെ പറ്റി പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ സോയിലിന് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിക്കിൾ സൈസ് പറയുന്ന കോഴ്സ് ഗ്രെയിൻ സോയിലിനും ഫൈൻ ഗ്രെയിൻ സോയിലിനും ഉണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഫൈൻ ഗ്രെയിൻ സോയിൽ ആയിട്ടുള്ള ക്ലേക്കും സിൽട്ടിനും മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. 3 ലിമിറ്റ്സ്: ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്. ആ ലിമിറ്റ്സിനെയാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറയാം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ടിവിറ്റി ഓഫ് സോയിൽ, അപ്പൊ അതൊക്കെ പഠിച്ചോളൂ. പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ആ ഒരു ടേംസ് ഒന്നും വിട്ടുപോകാതെ പഠിക്കുക. ആക്ടിവിറ്റി ഓഫ് സോയിൽ, പിന്നെ ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും, പിന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ പെർമിബിലിറ്റി ഓഫ് സോയിൽ ആണ് വരുന്നത് ഒരു ടോപ്പിക്. പെർമിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പെർമിയബിലിറ്റി ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ റെക്കോർഡ് ക്ലാസ്സിൽ ഇത് നമ്മളത് പറഞ്ഞില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇത് പെർമിയബിലിറ്റി എന്താണെന്ന് വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. പെർമിയബിലിറ്റി സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നു. ദാറ്റ്സ് എ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ് പെർമിയബിലിറ്റി. നിങ്ങൾക്ക് അറിയാം, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ അതില് എങ്ങനെയാണ്? ഇതാണ് 3 എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പെർമിയബിലിറ്റി എന്നുള്ളത് രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് പെർമിയബിലിറ്റി? നമുക്ക് എന്താണ്? ഒരു മെഷർ ഓഫ് ഹൗ ഈസിലി എ ഫ്ലൂയിഡ്, എക്സാമ്പിൾ വാട്ടർ ക്യാൻ പാസ് ത്രൂ ദി പോറസ് മീഡിയം, അല്ലെ? ഒരു പോറസ് ആയിട്ടുള്ള ഒരു മീഡിയത്തിലൂടെ, എക്സാമ്പിൾ സോയിൽ, ഒരു സ്പോഞ്ച് ഒക്കെ ഒരു പോറസ് മീഡിയമാണ്. അതായത് വെള്ളത്തിനെ കടത്തി വിടുന്ന അങ്ങനത്തെ ഒരു പോറസ് മീഡിയത്തിലൂടെ വെള്ളത്തിന് എത്ര ഈസിലി കടന്നു പോകാൻ പറ്റും എന്നുള്ളതിന്റെ മെഷറിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ഹൗ ഈസിലി ദ ഫ്ലൂയിഡ്, എക്സാമ്പിൾ വാട്ടർ ക്യാൻ പാസ് ത്രൂ ദി സോയിൽ. ലൂസ് ഓയിലിൽ പെട്ടെന്ന് പോകും, ഹൈ പെർമിയബിലിറ്റി ആയിരിക്കും. ഡെൻസ് ഓയിലിന് ലോ പെർമിയബിലിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലിയർ അല്ലേ? ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പഠിക്കണം. ഇതാണ് എഞ്ചിനീയറിംഗ് വർക്ക്സിലും ഒക്കെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ നിർമ്മിതിയിലൊക്കെ നമുക്ക് പെർമിയബിലിറ്റി, ഡാംസ് അല്ലെ, കനാൽസ്, അങ്ങനത്തെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, വാട്ടർ ആയിട്ട് ഇമ്പൗണ്ട് ആവുന്ന സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് എന്ത് വേണം? ഇത്ര വെള്ളം അല്ലെ, വെള്ളം കടന്നു പോവാത്ത അവസരങ്ങളിൽ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്തേണ്ടി വരും. വെള്ളം കടന്നു പോകണം എന്ന് പറയുന്ന രീതിയിൽ ഡ്രെയിനേജ് ലെയേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. വെള്ളം കടന്നു വേണ്ടാത്ത ഡാംസും ഡൈക്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ആ സോയിൽ എടുത്തിട്ടല്ലേ ചെയ്യാൻ പാടുള്ളൂ. വെള്ളം കടത്തിവിടാത്ത മണ്ണെടുക്കണമെങ്കിൽ ലോ പെർമിയബിലിറ്റി ഉള്ള മണ്ണെടുക്കണം.
അപ്പൊ ആ രീതിയിലൊക്കെ അതൊക്കെ വേണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ നമുക്കറിയാം റേറ്റ് ഓഫ് കൺസോൾട്ടേഷൻ. ഇപ്പൊ നമുക്കറിയാലോ കൺസോൾട്ടേഷൻ നമ്മൾ ആ കെ വാല്യൂവിന്റെ ബേസിൽ പഠിച്ചില്ലേ, എന്താണ് കെ സി വി എം ഒരു ഗാമ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ സി വി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സി വി കണ്ടുപിടിക്കാൻ കെ ഇൻറ്റു എം വി ഇൻറ്റു ഗാമ അങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടോ, ആ കെ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കെ അറിയാമെങ്കിൽ നമുക്ക് ഈവൻ ദ ക്വസ്റ്റ്യൻ ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാം. ഡ്രെയിനേജ് ലെയർ ആയിട്ട് കൊടുക്കണമെങ്കിൽ, അതുപോലെ ക്ലേ ലൈനേഴ്സ്, നമ്മുടെ എന്താണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ, നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ വരുമ്പോൾ വേസ്റ്റ് ഇടാനായിട്ട് ഇപ്പൊ വലിയ കോർപ്പറേഷനിലൊക്കെ എന്തുണ്ടായിരിക്കും, വേസ്റ്റ് ഇടാനായിട്ടൊരു ലാൻഡ് ഫിൽ പോലൊരു എക്സ്കവേഷൻ കട്ട് എടുക്കും. ട്രപ്പിസോയിഡൽ രീതിയിലൊക്കെ ആയിരിക്കും കൂടുതൽ ലാൻഡ് ഫിൽസിന്റെ ക്രോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരിക. ഒരു വലിയൊരു വിസ്താരമുള്ള കുഴിയായിരിക്കും എക്സ്കവേഷൻ പിറ്റ്. അതിൽ അവരെന്ത് ചെയ്യും, ഏറ്റവും താഴെ അവരെന്ത് ചെയ്യുക, ക്ലേ ലൈനർ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? കാരണം ഈ നിങ്ങൾ ആലോചിച്ച പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഒരു കുഴിയിൽ ഇടുകയാണെങ്കിലേ അതിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഫ്ലൂയിഡില്ലേ, അതിനെ ലീച്ച് പറയാ. അതിൽ നിന്നൊരു ബ്ലാക്കിഷ് ആയിട്ടൊരു വെള്ളം ഇങ്ങനെ ലീച്ച് ചെയ്തിട്ട് വരില്ലേ. സോ ദാറ്റ് ലീച്ചേറ്റ് ഷുഡ് നോട്ട് ഇൻട്രൂഡ് ടു എ ഗ്രൗണ്ട് വാട്ടർ അല്ലേ. ഈ ലീച്ചേറ്റ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട വെള്ളം കിണറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സ്കവേഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ എന്ത് കൊടുക്കണം, ഒരു ക്ലേ ലെയർ, ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ക്ലേ ലെയർ സ്റ്റഫ് ചെയ്ത് വെക്കണം. എന്നാൽ ഈ ലീച്ചേറ്റ് അങ്ങോട്ട് കടന്നു പോകില്ല. കാരണം ഈ ക്ലേക്ക് എന്താണ്, ഇറ്റ് ഹാസ് എ പവർ ടു ബ്ലോക്ക് ദി, കാരണം അത് ലോ പെർമിയബിൾ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വെള്ളം അതിലൂടെ കടത്തി വിടില്ലല്ലോ. പറഞ്ഞത് മനസ്സിലായോ? ഡെൽജോ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? കേട്ടെങ്കിൽ ഒരു വയസ്സ് പറയൂ. ഓക്കെ. അപ്പൊ അത് കണ്ടോ, ഡിസൈൻ ഓഫ് ക്ലേ ലൈനേഴ്സ്. ഏത് ക്ലേ വേണം, അതിൽ ക്ലേ തന്നെ പലതരം ഒക്കെ ഇല്ലേ, കോമ്പാക്റ്റഡ് ക്ലേ, അങ്ങനെയൊക്കെ ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി, ഹൈ കംപ്രസിബിലിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ക്വസ്റ്റന്റെ പെർമിയബിലിറ്റിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയർ ജിയോ ടെക്നിക്കൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. മനസ്സിലായി? സെറ്റിൽമെന്റ് അല്ലേ, നമ്മൾ കെ കണ്ട് സി വി എം വി ആ ഒരു കെന്റെ ഇക്വേഷൻ ഞാൻ മറന്നുപോയി, എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ആ റേറ്റ് ഓഫ് സെറ്റിൽമെന്റിന്റെ ആ കെ വെച്ചിട്ടൊരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്. അതുപോലെ ഇതൊക്കെ കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സി പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ DHS ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുമായിരിക്കും. കെയുടെ ബേസിൽ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, മേ ബി ജിയോടെക് 2 പഠിക്കുന്നുണ്ടായിരിക്കും. സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസിനും സി പേജ് അനാലിസിസിനും ഒക്കെ ഈ കെയുടെ ആവശ്യമുണ്ട്. അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ ഇവിടെ കുറെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ പറയുക അപ്ലിക്കേഷൻസിൽ. ഈ ഫസ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സെറ്റിൽമെന്റ് അനാലിസിസ്, സ്റ്റോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ്, ഇതൊക്കെ ജിയോടെക്കിൽ വരുന്ന വലിയ വലിയ അനാലിസിസുകളാണ്. ഇതൊക്കെ ജിയോടെക് 2 നിങ്ങൾ പഠിക്കുക കേട്ടോ. അതുപോലെ സി പേജ് അനാലിസിസ്, ഇതിലൊക്കെ നമുക്ക് കെ വാല്യൂവിന്റെ പ്രസക്തി ഉണ്ട്. അപ്പൊ ഈ കെ എന്ന് പറയുന്നത് നമ്മൾ എന്താ കെ എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ പെർമിയബിലിറ്റി എന്നല്ലേ പറഞ്ഞേ. പെർമിയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ്, ഒരു എന്താ പറയാ, ഇറ്റ് ഈസ് എബിലിറ്റി അല്ലെ, ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് ദ സോയിൽ ടു അലോ ദി പാസേജ് ഓഫ് വാട്ടർ ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞു. ആ എബിലിറ്റിനെ അസസ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ടൂൾ ആണ് കെ. മനസ്സിലായോ? പെർമിയബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലെ. നമുക്കിപ്പോ നല്ല വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് വിവരത്തിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കാണെന്ന് പറയുന്ന പോലെ നമ്മുടെ എന്താണ് ആ ഒരു കപ്പാസിറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്താണ് കെ എന്ന് പറയുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കെ എന്ന് പറയുന്നത് കെ വാല്യൂ, അപ്പൊ ഡാർസി ആണ് ഇത് പറഞ്ഞത്. എന്താണ് ഇത് പഠിക്കുക കേട്ടോ. ഈ ഡാർസിസ് ലോ വെരി ഇമ്പോർട്ടന്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണാം. ഡാർസി ആണ് സിമ്പിൾ ഇക്വേഷൻ ഫോർ ദി ലാമിനാർ ഫ്ലോ കണ്ടീഷൻ. ഡിസ്ചാർജ് വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നുള്ളത് പറഞ്ഞു. എന്താണ് സിമ്പിൾ ഇക്വേഷൻ ഫോർ ദി ലാമിനാർ ഫ്ലോ കണ്ടീഷൻ, ഡിസ്ചാർജ് വെലോസിറ്റി വാട്ടർ ത്രൂ സാച്ചുറേഷൻ. സോയിലൂടെ വെള്ളം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ആലോചിച്ചു, ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരികയാണെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് I = H/L എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അല്ലെ, നമ്മുടെ FM പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ I = H/L ആണ്. ഹെഡ് ഡിഫറൻസ്, പിന്നെ ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ലെങ്ത്, അതിന്റെ റേഷ്യോനാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഉണ്ടെങ്കിലാണ് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം വേറെ സ്ഥലത്തേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആണ് ഹൈഡ്രോളിക് വെലോസിറ്റി എങ്കിൽ, കൂടുതലാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എങ്കിൽ കൂടുതലായിരിക്കും വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഡാർസി പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. സോ ഇൻ ഓർഡർ ടു ടേക്ക് അവേ ദി എന്താണ് പ്രപ്പോർഷണാലിറ്റി, ആ ഒരു ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി കെനെ കൊണ്ടുവരികയാണ്. അതാണ് കെ. ആ കെ ആണ് ക്വസ്റ്റ്യൻ പെർമിയബിലിറ്റി.
ക്ലിയർ അല്ലേ? അപ്പൊ ഡാർസിസ് ലോ ഇനി ചോദിച്ചാൽ നിങ്ങൾ ആരും അറിയില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മുടെ ഡാർസിസ് ലോ. ഈ സ്ലൈഡിലുള്ളത് ഒക്കെ പഠിക്കണം. ഡാർസിസ് ലോ. ഇനി ഇത് ഒരു പിക്ചറൊക്കെ വരച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്. കണ്ടോ, ഹെഡ് ഡിഫറൻസും ഈ ഒരു ലെങ്ത്തും ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ വെള്ളത്തിന് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ എന്താ പറയാ, വി ഈക്വൽ ടു കെ ഐ എന്നാണ്, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ എന്നും പറയാം അല്ലെ. നിങ്ങൾക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ ബൈ എ എന്ന് പറയുന്നതല്ലേ നമ്മുടെ വെലോസിറ്റി. എ വി ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞ്, ക്യൂ ഈക്വൽ ടു എ വി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലും പറയാം, ക്യൂ ഈക്വൽ ടു കെ ഐ എ അല്ലെങ്കിൽ വി ഈക്വൽ ടു കെ എ എന്ന് വേണമെങ്കിലും പറയാം, രണ്ടും പറയാം. അപ്പൊ അതിൽ എന്താ ടേംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ മാർക്ക് ഫുള്ള് കിട്ടും കേട്ടോ ഡാർസിസിലോക്ക്. അപ്പൊ ഡിസ്ചാർജ് പെർ ടൈം ആണ് ക്യൂ, എ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെങ്കിൽ ദിസ് ഇസ് ഇക്വേഷൻ, ക്യൂ ബൈ എ തന്നെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഫെർമിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ അല്ലെ. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുക? കെ വെലോസിറ്റി, കണ്ടോ, കെനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? വെലോസിറ്റി ഓഫ് ഫ്ലോ 1 ആവുമ്പോ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ എപ്പോഴും പറയുക. അതാണ് ഇവര് പറയുന്നത് കേട്ടോ. എയർ വെലോസിറ്റി ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ, കണ്ടോ, ഇത് എന്താണ്, ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ 1 യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ 1 ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് വരുന്ന സന്ദർഭത്തിൽ വരുന്ന തന്നെയാണ് ഡിസ്ചാർജിനെ അല്ലെ. അത് ക്യൂവിനെ നമുക്ക് കെ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാലോ. അങ്ങനെയാണ് അവർ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നത്. അത് വെലോസിറ്റിയുടെ അതേ യൂണിറ്റ് ആണ് എന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇത് കെ വാല്യൂ കൂടുതലാണെങ്കിൽ മോർ പെർമിയബിൾ ആണ്. കണ്ടോ, ഗ്രാവലിനൊക്കെ കൂടുതലാണ്, 10 ടു ദ പവർ പോസിറ്റീവ് ആണ്. 10 ടു ദ പവർ മൈനസ് ഭയങ്കര ലോ മൈനസ് ഹൈ ഓർഡേഴ്സ് വരുമ്പോൾ യു ക്യാൻ ബി ഒബ്വിയസ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലാബിലാണ് ചെയ്യുക കേട്ടോ. നമ്മൾ പറ്റുകയാണെങ്കിൽ നാളെ ഒരു ലാബിൽ, ഏതെങ്കിലും റെമഡിയിൽ അവരുടെ ലാബിൽ പോയാൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ അടുത്ത സെമസ്റ്ററിലാണ് ഇത് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് റെഗുലർ അവറിൽ പോകാൻ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് അവേഴ്സ് ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ റെമഡിയിൽ അവർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ലാബിൽ പോയിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് കാണാം. വർക്ക് ചെയ്ത് കാണിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ലാബിലുണ്ട്. അപ്പൊ ഇതിൽ മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, എത്ര ടൈമിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ വരണേ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഇതാണ് കെ എന്ന് പറയുന്നത്. ഇനി കെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. ലാബ് മെത്തേഡും ഉണ്ട്, ഫീൽഡ് മെത്തേഡും ഉണ്ട്, ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ പഠിക്കണം കേട്ടോ. എക്സാമിന് വരുമ്പോൾ ഇതൊക്കെ പഠിക്കണം. അപ്പൊ ലാബ് മെത്തേഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫോളോയിങ് മെത്തേഡ്. ഫീൽഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോർവെല്ലൊക്കെ കുഴിക്കണ പോലത്തെ രണ്ട്, അതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതെന്ന് പറയുന്നതും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ നമുക്ക് കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട്. കൺസോൾട്ടേഷൻ എന്ന് നമുക്ക് അറിയാലോ, കെ കണ്ടുപിടിക്കാൻ സി വി എം വി ഗാമ ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതൊക്കെയാണ് ഇവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ സൈസ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമിയബിലിറ്റി, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കാം. സൈസ് ഇതൊക്കെ ഒന്നും പറയണ്ടല്ലോ, ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. സൈസ് കൂടുതലാണെങ്കിൽ അതിലൂടെ വെള്ളം ഫോഴ്സും കൂടുതലായിരിക്കും. ആ കോഴ്സ് ഗ്രെയിനിൽ അല്ലെ കൂടുതൽ വലിയ ഫോഴ്സ് ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പോയിക്കോളും. അതുപോലെ ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഇതൊക്കെ പഠിക്കണം. ഇനി ലാബിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, കോൺസ്റ്റന്റ് ഹെഡും ഫോളോയിങ് മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡിലൂടെ നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് ഹെഡ് കൂടുതൽ നമ്മൾ ഗ്രാവലി സോയിലിന്, കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് C4C എന്ന് പറഞ്ഞ് പഠിച്ചോ. കോൺസ്റ്റന്റ് ആകുമ്പോൾ കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് അത് കൂടുതൽ നല്ലത്. മനസ്സിലായോ? ഫോളോയിങ് ഹെഡ് ഓർ വേരിയബിൾ ഹെഡ് എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ സോയിൽ ആയിട്ടുള്ള ക്ലേയുടെയും സിൽട്ടിന്റെ ഒക്കെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഫോളോയിങ് ഹെഡ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, കോൺസ്റ്റന്റ് ഹെഡിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹെഡ് കെട്ടി നിർത്തിയിട്ട് ഈ നമ്മുടെ സോയിൽ സ്പെസിമെൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലൂടെ വെള്ളം ഇങ്ങനെ പോവും. ഇതിൽ താഴെ നമ്മളൊരു വെന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ പോകുന്ന വെള്ളം ഒരു കോൺസ്റ്റന്റ് ഹെഡ് ആയിട്ട് നമ്മൾ നിർത്തിയിട്ട് ഇവിടെ കളക്റ്റഡ് ആവുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കളക്ട് ചെയ്യുന്നു, ക്യൂ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നു. മനസ്സിലായോ? താഴെ ഒരു ഒറിഫൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കോൺസ്റ്റന്റ് ഹെഡ്, കോൺസ്റ്റന്റ് റിസർവോയർ ഈസ് കെപ്റ്റ് യുവർ സോയിൽ സ്പെസിമെൻ ആൻഡ് സോയിൽ ഈസ് അലൗഡ് ടു ബി സാച്ചുറേറ്റഡ് സോയിൽ ഈസ് അലൗഡ് ടു ബി ഡ്രെയിൻഡ് അല്ലെ, ടു അലോ ദി പാസേജ് ഓഫ് വാട്ടർ ത്രൂ ഇറ്റ് through the provided orifice at the bottom. The water is collected for a specified quantity അല്ലെ, ഇത്ര ഒരു സ്പെസിഫൈഡ് ടൈമിൽ നമ്മൾ ഒരു മിനിറ്റ് എന്ന സ്റ്റോപ്പ് വാച്ചിൽ ഓൺ ചെയ്തിട്ട് എത്ര വെള്ളം അതിൽ ശേഖരിക്കപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കും. എന്നിട്ട് നമ്മുടെ കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, കണ്ടോ, കെ ഈക്വൽ ടു ക്യു എൽ ബൈ എച്ച് ടി എന്നുള്ളതാണ് ഇക്വേഷൻ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല. ക്യൂ എന്ന് പറയുന്നത് കാരണം ഇതിൽ ഇട്ടിട്ടില്ല തോന്നുന്നു. ക്യു എൽ ബൈ എച്ച് ടി, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ ആണ്. ടി ഇസ് ദ ടൈം നമ്മൾ നോട്ട് ചെയ്ത ടൈമിൽ. എച്ച് എന്ന് പറയുന്നത് കെപ്റ്റ് ഹെഡ്, ഏത് ഹെഡിലാണോ നമ്മളത് ടെസ്റ്റ് ചെയ്തത്. എ എന്ന് പറയുന്നത് നമ്മുടെ സോയിൽ സ്പെസിമെന്റെ പെർമിയമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ, ഇതിന്റെ പേരാണ് പെർമിയമീറ്റർ.
അതിൻ്റെ ഉള്ളിലായിരിക്കും സോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതിന് ഇന്റീരിയർ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് പഠിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഈ സ്ലൈഡ് തന്നെയാണ് ഈ സ്ലൈഡും. അപ്പൊ അത് പഠിക്കുക. ഓക്കെ. ഇനി അടുത്തത് വേരിയബിൾ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹെഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കില്ല. നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതിലൂടെ വെള്ളം ഇവിടേക്ക് ഇങ്ങനെ വരും. അപ്പൊ എന്താണ്, ആദ്യം ഇനീഷ്യൽ ആയിട്ട് നമ്മൾ അതിൽ ആ ഒരു സ്റ്റാൻഡ് പൈപ്പിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ താഴില്ലേ. അപ്പൊ ഇനീഷ്യൽ ഹെഡ് ഫ്രം ദി ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ നോട്ട് ചെയ്യുക. ഇനീഷ്യൽ ഹെഡും ഫൈനൽ ഹെഡും നമ്മുടെ ഇവിടെ മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അത് നാളെ കാണാം, അവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് ഡിഫറൻസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഹെഡ് H1, ഫൈനൽ ഹെഡ് H2 ആണെങ്കിൽ there is an equation to find coefficient of permeability K 2.3 AL by AT into ഈ സ്മോൾ എ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡ് പൈപ്പിന്റെ ഏരിയ ആണ്. എൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിമെന്റെ ലെങ്ത് തന്നെയാണ്. എ എന്ന് പറയുമ്പോൾ ഈ ഒരു സോയിൽ സ്പെസിമെന്റെ ഏരിയ ആണ്. ഈ ടി എന്ന് പറയുന്നത് എത്ര ടൈം കൊണ്ടാണ് H1 ഉള്ളത് H2 ആയി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആസ് പെർ വേരിയബിൾ ഓർ ഫോളോയിങ് ഹെഡ് മെത്തേഡ് യു ക്യാൻ ഫൈൻഡ് യുവർ coefficient of permeability in centimeter per second or whatever by the unit. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പടങ്ങളും കാര്യങ്ങളും വരയ്ക്കണം. ഇതിന്റെ ഒരു ഇത് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ഇതിന്റെ ഒരു ഡെറിവേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് താല്പര്യമുള്ളവർ നോക്കിയ, അല്ലാത്തവർ അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇനി നമ്മൾ കണ്ടോ, ഇത് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം അല്ല, ഇത് ഞാൻ പറയണ്ടല്ലോ. ഇത് ഒരു ഹെഡ് 2.3 എന്നുള്ളത് അവർ ഇടാൻ വിട്ടുപോയിട്ട്, കാരണം ഇവിടെ ലോഗ് 10 ആണെങ്കിലാണ് 2.3 വരിക. ഇതാണ് ഇ ആണ് അവരെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മനസ്സിലായില്ലേ? ഇനി ഇതിൽ പിന്നെ വരുന്ന അതിന്റെ പ്രോബ്ലം ഇടാൻ വിട്ടുപോയി. ഇതേപോലെ നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ഹെഡിന്റെ പ്രോബ്ലവും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി പെർമിയബിലിറ്റിയിൽ പിന്നെ പഠിക്കാനുള്ളത് ഇതാണ്. രണ്ട് ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിന് പഠിക്കുക. ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ എന്താണ്, ഹൊറിസോണ്ടൽ ഫ്ലോ അങ്ങനത്തെ കേസ് ആണെങ്കിൽ ലെയേർഡ് സോയിലിലെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, ലെയേർഡ് സോയിലിലെ ഇഫക്റ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്നുള്ള ചോദ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വെള്ളത്തിന്റെ ഫ്ലോ ഇങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇവിടെ എന്തായിരുന്നു ഇക്വേഷൻ? സിഗ്മ കണ്ടോ, ഇത് കണ്ടോ, ഇത് പഠിച്ചാൽ മതി. KH ഹൊറിസോണ്ടൽ, K1 ഇവിടുത്തെ K1 H1 ഇൻറ്റു K2 H2 ഓൾ ഡിവൈഡഡ് ബൈ എൻ്റയർ തിക്നെസ്, എൻ്റയർ H ചെയ്ത് കഴിഞ്ഞാൽ KH കിട്ടും. അതുപോലെ വെർട്ടിക്കൽ, ഇതിന്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഇതും പഠിക്കണം, എക്സാമിന് വരുമ്പോൾ പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി വെർട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ നമ്മളുടെ ഇതാണ് ഇക്വേഷൻ. എന്തുകൊണ്ട് വെർട്ടിക്കൽ അല്ലേ വരിക? വെർട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അല്ലെ, നമ്മൾ വെർട്ടിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആക്സിസിലൂടെയാണ് വെള്ളം പോകുന്നതെങ്കിൽ വെർട്ടിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ പറയാലോ, വെർട്ടിക്കൽ ഫ്ലോ. അപ്പൊ അതാണ് KV അല്ലെങ്കിൽ KY എന്നൊക്കെ പറയാം. ഇനി ഇത് KH അല്ലെങ്കിൽ KX എന്നൊക്കെ പറയാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിച്ച് അതിന്റെ പ്രോബ്ലംസ് കണ്ടോ. ഈ ഒരു പ്രോബ്ലത്തിന് രണ്ടും ഇട്ടിട്ടുണ്ട്. KH അത് ഒന്നുമില്ല, അത് 3 ലെയറിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാം, കണ്ടോ H1 H2 H3 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ 3 ലെയറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KH കിട്ടും. ഇനി KV എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷന്, ആ ഹൈറ്റിന്റെ ആ ഒരു 3 ലെയറിന്റെയും സമ്മ് ഡിവൈഡഡ് ബൈ H1 by K, അതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. അപ്പൊ ഈ പ്രോബ്ലം നോക്കി കഴിഞ്ഞിട്ട് ഇത് നോക്കിയാലും മതി. അപ്പൊ ഇതാണ്, അത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് 2 മൊഡ്യൂളും പഠിക്കണം. എന്താണ് എക്സാമിന് ഇതിന് വരുന്നവര് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ സംഭവത്തിലേക്ക് വരാം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ജസ്നിയ ഉണ്ട് അവിടെ? ജസ്നിയ അത് കാണുന്നുണ്ടോ? പ്രാർത്ഥന കാണാണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയണോ? നീ ക്വസ്റ്റ്യൻ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത് നമ്മളെ അസൈൻമെന്റിലേക്ക് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഡൗട്ടുകളൊന്നും വരില്ലല്ലോ? നമ്മളെ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? നമ്മളെ കൺസോൾട്ടേഷനിലത്തെ പ്രോബ്ലം ആണ് ഇനി പറയുന്നത് കേട്ടോ. നിങ്ങൾ അസൈൻമെന്റിൽ നാളത്തേക്ക് എഴുതി കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനായിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതിൽ കണ്ടോ, നമ്മൾ ആ കാൽക്കുലേറ്റ് ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ പ്രഷർ ഡെൽറ്റ സിഗ്മ ബാർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പിന്നെ അത് മാത്രമല്ല, ഇവര് സ്കെച്ചിൽ എന്ത് തന്നിട്ടുണ്ട് കണ്ടോ, CCയും E0 ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഡെൽറ്റ H ഈക്വൽ ടു CC ബൈ 1 പ്ലസ് C0 ഇൻറ്റു 1, അതാണ് നമ്മുടെ ഇക്വേഷൻ എന്നുള്ളത് അറിയാം. അപ്പൊ ഇതിൽ കണ്ടോ, ഇതിൽ മിഡ് ഹൈറ്റില്
മിഡ് ഹൈറ്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ പെർ. നമ്മൾ എപ്പോഴും ക്ലേയുടെ മിഡ് ഹൈറ്റിലാണല്ലോ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ക്ലേയുടെ മിഡ് ഹൈറ്റിൽ വെച്ച് ആണ് നമ്മുടെ എന്ത് പറയണേ, മിഡ് ഹൈറ്റിലായിരിക്കും നമ്മൾ അതിന്റെ സെറ്റിൽമെന്റ് പറയുന്നുണ്ടാവുക. ഈ ഒരു ക്ലേ ലെയർ ഉണ്ടെങ്കിൽ അതിന്റെ നടുവത്തെ പോയിന്റിലായിരിക്കും നമ്മൾ അതിന്റെ ഇഫക്റ്റീവ് സ്ട്രെസ് അതുപോലെ അതിന്റെ സെറ്റിൽമെന്റും പറയുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നെ അവർ 30 എന്ന് പറയുന്നത് കൊണ്ട് നമ്മളുടെ ഇത് കണ്ടോ, CC/1 + C0 × H ഇത്. അപ്പൊ CC തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, E0 തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് ക്ലേ ലെയറിന്റെ തിക്നെസ് ആണ്, അത് തെറ്റിക്കരുത്. അപ്പൊ 2.5 ഇട്ടു. ലോഗ് σ0 bar + ഡെൽറ്റ സിഗ്മ. ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് 30 ആണ് നടുവിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെ 30 എന്നുള്ളത് ഡെൽറ്റ സിഗ്മ ബാർ 30 കൊടുത്തു. ഇനി σ0 ബാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഫസ്റ്റ് ഇതിൽ കണ്ടോ, ഫസ്റ്റ് ഓൾസോ കാൽക്കുലേറ്റ്, ഇതിൽ പറയുന്ന ഈ പിക്ചറിൽ വാട്ടർ ടേബിൾ വല്ലതും കാണുന്നുണ്ടോ? ഈ വരച്ച പിക്ചറിൽ വാട്ടർ ടേബിൾ ഇല്ല. ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ക്ലേ ലെയർ എന്നല്ലേ, ആസ് ഇൻ ഫിഗർ 12.1. 12.1 വാട്ടർ ടേബിൾ ഇല്ല. വാട്ടർ ടേബിൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടേബിൾ വെരി വെരി ഡീപ്പ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ വാട്ടർ ടേബിളിന്റെ ഒരു ഇത് വരുന്നില്ല. അപ്പൊ നമ്മൾ σ0 ബാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? σ0 ബാർ എന്ന് പറയുമ്പോൾ ഈ ലൈനിൽ ഞാൻ കൈവയ്ക്കുകയാണെങ്കിൽ അവിടെ വരുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 ശരിക്കും നമ്മൾ എന്താ പറയാ, സിഗ്മ ബാർ ഈക്വൽ ടു സിഗ്മ മൈനസ് യു എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? ഇഫക്റ്റീവ് സ്ട്രെസ് പ്രകാരം സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു എന്നാണ് ഇക്വേഷൻ. പക്ഷെ ഈ ഒരു കേസിൽ യു എന്ന് പറയുന്ന വാട്ടറിന്റെ പ്രഷറാണ് യു. ഇവിടെ വാട്ടറേ ഇല്ല, ഈ പിക്ചറിൽ വാട്ടർ ഇല്ല. അപ്പൊ സിഗ്മ ഈ ഒരു കേസിൽ ഏതായിരിക്കും? ഈ കാൽക്കുലേറ്റ് ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ സിഗ്മ ബാർ എന്ന് പറയുമ്പോൾ സിഗ്മയല്ലേ, കാരണം വാട്ടർ ടേബിൾ വെരി വെരി ഡീപ്പ് ആയതുകൊണ്ടാണ് പിക്ചറിൽ വരാത്തത്. അപ്പൊ യു 0 ആണ്. അപ്പൊ സിഗ്മ ബാർ ഈക്വൽ ടു സിഗ്മയാണ് ഇവിടെ വരിക. അപ്പൊ സിഗ്മ നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയതുകൊണ്ടാട്ടോ. അപ്പൊ σ0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 20 × 4 മൈനസ് യു ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം യു എവിടെയോ ആണ്, താഴെയാണ്, വെള്ളം ആയിട്ട് കോണ്ടാക്റ്റേ ഇല്ല. അപ്പൊ 20 × 4 പ്ലസ് എത്ര വരും? ഇയാളുടെ ലെയറിന്റെ എത്രയാ? 18 ആണ് ഈ ക്ലേയുടെ. അപ്പൊ 18 എത്ര ഇതിലാ വരുന്നത്? 18 × 2/2 ആ സംഖ്യയാണ് നമുക്ക് 102.5 വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ SF ഈക്വൽ ടു 2.63 സെന്റിമീറ്ററിന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയുന്നു ഓൾസോ കാൽക്കുലേറ്റ് സെറ്റിൽമെന്റ്, രണ്ടാമത്തെ കേസായിട്ട് വെൻ ദ വാട്ടർ ടേബിൾ റൈസസ് ടു ദി ഗ്രൗണ്ട്. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസ് നമ്മളിങ്ങനെ അല്ലേ, പണ്ടൊക്കെ ഇങ്ങനെ ടൈലിടാത്ത മുറ്റങ്ങളാവുമ്പോൾ നമുക്കിങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഉറവ പോലെ ഗ്രൗണ്ടിൽ വരുന്നതായിട്ട് ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല, കാരണം എല്ലാ ടൈൽസ് ഒക്കെ ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഉറവ വരുന്ന പോലെ വരും, കാരണം അത്രയും വെള്ളം സോക്ഡ് ആയിട്ട് നമ്മുടെ മുറ്റത്ത് വെള്ളം ഇങ്ങനെ കിണറ്റിൽ വരുന്ന പോലെ ഉറവ പോലെ വരും. അപ്പൊ അങ്ങനെ ഒരു കേസാണ് ഇവർ പറയുന്നത്, വാട്ടർ ടേബിൾ റൈസസ് ടു ദി ഗ്രൗണ്ട് സർഫസ്. ഓക്കെ അല്ലേ? ആഷ്ലിൻ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ഹലോ, മിഥുൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ σ0 ബാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? σ0 ബാർ എന്ന് പറയുമ്പോൾ 4 × 20 ആണ്, മുറ്റത്ത് വെള്ളം വന്നു. അപ്പൊ എന്തുണ്ട്? 4 × 20 എന്ന് പറയുമ്പോൾ അവിടെ വെള്ളമുണ്ട് അല്ലെ? അപ്പൊ എന്ത് വരും? 4 × 20 മൈനസ് ആ ഒരു ഹൈറ്റിൽ എന്തുണ്ട്? വെള്ളം തന്നെയാണ്, അവിടെ വാട്ടർ കോളം വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 4 × 20 മൈനസ് 4 × 20 ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കേട്ടോ, മൈനസ് അടുത്ത ബ്രാക്കറ്റ് വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര അവർ പറഞ്ഞിട്ടുണ്ട്? 10 എടുത്തോളാണ് അവിടെ. അപ്പൊ 10 × 4 വരും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, ഇവര് ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണ, ഇവിടെ ഇങ്ങനെ ചെയ്താലും മതി. ആ 4 എന്നുള്ളതില് 4 എന്താണ്? 20 മാത്രല്ല, വെള്ളമുണ്ട് അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 4 × 20 എന്ന് പറയാൻ പറ്റില്ല, 4 × എന്താ 20 10 പോണം. ഇഫക്റ്റീവ് ആവണമെങ്കിൽ വെള്ളം മൈനസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് 4 × 20 - 10 വന്നത്. അത് നമ്മുടെ ക്ലാസ്സിൽ 20 × 4 - 10 × 4, അപ്പൊ അതൊരു കോമൺ ആയിട്ട് എടുത്തു മാത്രം. 4 × 20 - 10. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ എന്ത് വരും? ഈ ഒരു ഹൈറ്റിൽ, ഈ ഒരു കൈ പോകുന്ന ഹൈറ്റിൽ വെള്ളമാണ്. അപ്പൊ അത് എത്ര വരും? 18 - 10 വരില്ലേ? 18 - 10 × 1.25 വരും. അങ്ങനെയാണ് ഈ സംഖ്യ വന്നത്. അപ്പൊ എപ്പോഴും ഈ വാട്ടർ ടേബിൾ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സെറ്റിൽമെന്റ് കൂടുക ചെയ്യുക, കാരണം അല്ലേ, മഴ വരുമ്പോഴല്ലേ നമുക്കറിയാലോ സെറ്റിൽമെന്റ് പോയിന്റ് ടു പോയിന്റ് കോണ്ടാക്ട് ഒക്കെ വിട്ടുപോയിട്ട് മണ്ണ് സെറ്റിൽ ആവാനുള്ള സാധ്യത വരും. കാരണം ഷിയർ സ്ട്രെങ്ത് ലൂസ് ആവാണ്, കോണ്ടാക്ട് വിട്ട് പോകുമ്പോൾ ഷിയർ സ്ട്രെങ്ത് ലൂസ് ആവും, ഓട്ടോമാറ്റിക്കലി സെറ്റിൽമെന്റ് വരും. അപ്പൊ കണ്ടോ, ഇവരുടെ സെറ്റിൽമെന്റ് വാല്യൂ കൂടിയത് കണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു പ്രോബ്ലം
ചിലപ്പോൾ ഈ നമ്മൾ സ്കെച്ച് തരാതെയാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ ഇതല്ലാതെ വേറെ ഏതൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ക്ലാസ്സിൽ ആദ്യം തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. കൺസോൾട്ടേഷൻ മൊത്തം ഒന്ന് പഠിച്ചിട്ട് വരിക കേട്ടോ. നാളത്തേക്കെല്ലാം പഠിച്ചിട്ട് വരിക. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അങ്ങനെ ചെയ്യിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കേണ്ട രീതിയിൽ ചെയ്തതാണ്. അപ്പൊ ഇതിൽ കുറച്ചൊരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിത് വേറൊരു രീതിയിലും കൂടി പറയാം കേട്ടാ. അപ്പൊ ഇതിൽ നമ്മൾ ക്ലാസ്സിൽ അന്ന് ചെയ്തില്ലേ, ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. ഒരു ദിവസം 2 കണക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ പറയണേ, എ ഫുട്ടി ഹാസ് എ സൈസ് ഓഫ് 3 മീറ്റർ ബൈ. അപ്പൊ ഈ ഒരു കോളത്തിന് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. ഞാൻ ക്ലാസ്സിൽ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഫൂട്ടിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത കൊല്ലമാണ്, അത് അടുത്ത സെമ്മിലാണ് പഠിക്കുക. പക്ഷെ നമുക്കിത് പറയാതെ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കോളത്തിന്റെ താഴെ നമ്മൾ അവിടെ അല്ലെ ഫ്ലാഗ് പോസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമുക്ക് സർക്കുലർ ആയിട്ടുള്ള ഫൂട്ടിംഗ് കാണാം, സ്ക്വയർ ആയിട്ടുള്ള, റെക്ടാങ്കുലർ ആയിട്ടുള്ള പല ഫൂട്ടിങ്സും നമ്മൾ കാണാം ഒരു കോളം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഈ കോളത്തിന്റെ ഫൂട്ടിംഗ് എങ്ങനെയാണ്, 3 മീറ്റർ ബൈ 1.5 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിന്റെ അർത്ഥം അതാണ് കേട്ടോ. ഫൂട്ടിംഗ് ആസ് എ സൈസ് ഓഫ് 3 മീറ്റർ ബൈ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 1.5 3 മീറ്റർ നീളവും 1.5 മീറ്റർ വീതി വരുന്ന ഒരു ഇത് കണ്ടോ. ഇതിനെ 3D ആയിട്ട് നമ്മൾ നോക്കി ഇങ്ങനെ ബാക്കിലേക്ക് എത്ര വരുന്നുണ്ട്, 3 മീറ്റർ വരുന്നുണ്ട് ഈ സാധനത്തിന്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് കാണുന്നുണ്ട് തോന്നും അല്ലെ. ഇവിടെ 1.5 ആണെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് 3 മീറ്റർ വരുന്നു. അപ്പൊ ആ രീതിയിലൊരു ഇതാണ് പട്ടിക, മീൻസ് ഒരു സാധനമാണ് നമ്മൾ ഇതിന് കോളത്തിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കോസസ്, ഈ ഒരു ഫൂട്ടിങ്ങും കോളവും വന്നതുകൊണ്ട് ഈ ഒരു ലെവലില്, ഈ ഒരു മണ്ണിന്റെ ഈ ലെവലില് ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്ന എത്രയാ, 1 മീറ്ററിലാണ് അവർ മാർക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ അവര് ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 1 മീറ്റർ ആണ് യുവർ ഫൗണ്ടേഷൻ ഡെപ്ത്. ഗ്രൗണ്ട് സർഫസിൽ നിന്ന് എവിടെയാണ് നിങ്ങളുടെ ഫൂട്ടിങ്ങിന്റെ ബേസ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുക. അതൊക്കെ അടുത്ത കൊല്ലം നിങ്ങൾ പഠിക്കും. അപ്പൊ ഇതാണ് DF എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ 1 മീറ്റർ എന്ന് പറയും. ഇതെന്താണ് 1.5 എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ്, BF ആണ് 1.5 മീറ്റർ എന്ന് പറയും. ഇനി ഇത് കാണാത്ത ഒരാളുണ്ട്, ബാക്കിലേക്ക് 3 മീറ്റർ അതിന്റെ പ്രൊജക്ഷൻ വരുന്നുണ്ട്, അതാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? 3D പോലെ സങ്കല്പിച്ചോ. അപ്പൊ 3 മീറ്റർ അവിടെ വരുന്നു. ഇനി ഇത് വന്നത് കൊണ്ടാണ് 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇവിടെ സ്ട്രെസ് വന്നതെന്ന് പറയുന്നു അല്ലെ. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വന്നുകൊണ്ട് ഇവിടെ ഈ ഒരു ബേസിൽ, ഈ ഒരു കൈ പോകുന്ന സ്ഥലത്ത് എന്ത് വരുന്നുണ്ട്, 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ബേസിൽ വന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എവിടെ, നമ്മുടെ ഇതിന്റെ താഴെ ഒരു ക്ലേ ലെയർ വരുന്നുണ്ട് കണ്ടോ. ഇവിടെ താഴെ അവര് പിക്ചറിലേ തന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പിക്ചർ തന്നോളണമെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നാ നിങ്ങളത് ഓവർലൈൻ എന്നൊക്കെ പറഞ്ഞു തന്നാ വരയ്ക്കാറിയണം. അപ്പൊ ആ രീതിയിൽ അസൈൻമെന്റിൽ എഴുതുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ ക്ലേ ലെയർ കാണിച്ചിട്ടുണ്ട്, 3 മീറ്റർ ആണ് നമ്മുടെ ക്ലേ ലെയർ. ക്ലേയുടെ ഡെൻസിറ്റി ഗാമ 1.15 ആണ്. ഇനീഷ്യൽ വേർഡ് റേഷ്യോ 0.8, CC 0.3 എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ സെറ്റിൽമെന്റ് അറ്റ് ദി മിഡിൽ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ഇതാണ് വരിക എപ്പോഴും, SF അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം തന്നെ, SF ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ H എന്ന് നോട്ടേഷൻ കൊടുക്കാം. അപ്പൊ CC ബൈ 1 + C0 × 3 അതാണ് അറിയാം. അപ്പൊ CC എന്ന് പറയുന്നത് എത്രയാ, 0.3 ആണ്. അപ്പൊ 0.3 ബൈ 1 + 0.8 × 3, അത് വരെ ഒരു കുഴപ്പമില്ല, ഇൻറ്റു ലോഗ്. ഇനി ആണ് നമ്മുടെ കാൽക്കുലേഷൻസ് വരുന്നത്. സിഗ്മ നോട്ട് ബാറും വേണം, എന്ത് വേണം, സിഗ്മ നോട്ട് ബാറും വേണം, ഡെൽറ്റ സിഗ്മ ബാറും വേണം അല്ലെ. ഇനി സിഗ്മ നോട്ട് ബാർ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഒരു ലെയറില് മിഡില് എത്രയാണ് സ്ട്രെസ് വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ അത് എത്ര വരും എന്ന് വെച്ചാല്, എബവ് വാട്ടർ ടേബിൾ സോയിൽ ഇസ് നോട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ സോയിലിന്റെ ഡെൻസിറ്റി എത്ര അവർ പറഞ്ഞിരിക്കുന്നത്, 16 ആണ്. 16 മീറ്റർ സ്പ്രെഡ് ഓവർ 2.5 മീറ്റർ ഡെപ്ത്. അപ്പൊ 16 ഇൻറ്റു എന്ത് ചെയ്യണം, 2.5 ചെയ്താൽ പോരെ. അപ്പൊ അത് ഓക്കെ ആയി. ഇവിടെ 16 എബവ് ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ്, 16 ആണ് അതിന്റെ ഡെൻസിറ്റി, 16 × 2.5. അതിൽ നിന്ന് പോർ പ്രഷർ കുറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം വാട്ടർ ടേബിൾ അവിടെ വിസിനിറ്റിയിൽ ഇല്ല. പ്ലസ് ഇനി അടുത്ത് എന്ത് വരും, ഇവര് പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരു സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു, ഈ മണ്ണായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. ഇവിടുന്നാണ് ക്ലേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ക്ലേ അല്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞൊരു ഷോർട്ട് സ്ട്രെച്ച് കാണാം, അവിടെ അതിന്റെ ഡെൻസിറ്റി, ഈ മണ്ണ് നനഞ്ഞപ്പോ അതിന്റെ ഡെൻസിറ്റി എത്രയായി, 18 ആയി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 18 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സാച്ചുറേറ്റഡ് എന്ന് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ സാച്ചുറേറ്റഡ് ഡെൻസിറ്റി 18 ആവുമ്പോൾ എന്ത് ചെയ്യണം, 18 എന്ത് മൈനസ് ചെയ്യണം, ദാറ്റ് ഇസ് സാച്ചുറേറ്റഡ്. എന്താ പറയാ, ഇതാണ് എന്താണ് നമ്മുടെ വാട്ടർ ടേബിളിന് ചോടയാണെങ്കിൽ
നനഞ്ഞതാണ്, സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ പോർ പ്രഷർ അവിടെ ഉണ്ട്. അപ്പൊ 18 എന്ത് കുറയ്ക്കണം? വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ടുള്ള 10 കണ്ട ഒരു ഗാമ ഡബ്ല്യു 10 എടുത്തോളാണ് പറയണേ. അതുകൊണ്ടാണ് 18 - 10 × 0.5 കിട്ടിയത്. ഓക്കെ അല്ലേ? പ്ലസ് ഇനി എന്താണ് 1.5 എന്ന് പറയുന്ന, നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ഇവിടെ വെക്കുക. നമ്മുടെ ഈ ഒരു കൈ ഇവിടെ വെച്ചാൽ അതിന്റെ മുകളിൽ വന്നിട്ടുള്ള സ്ട്രെസ്സിനെയാണ് സിഗ്മ നോട്ട് ബാർ എന്ന് പറയുക അല്ലെ. ഞാൻ ക്ലാസ്സിൽ അങ്ങനെയല്ലേ പറഞ്ഞേ? നമ്മുടെ ഈ ഒരു ഇവിടെ ഒരു പാം നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പാമിൽ എക്സേർട്ടഡ് ആവുന്ന പ്രഷറിനെയാണ് സിഗ്മ നോട്ട് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരുന്നു? ഇവിടെ ഒരു 1.5 വരുന്നില്ലേ? ഇത് 1.5 ആണ്. അപ്പൊ 1.5 ഇൻറ്റു 15 എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെ ചോടെ തന്നു കഴിഞ്ഞാൽ അത് എന്താണ്? അത് സാച്ചുറേറ്റഡ് ആയിരിക്കും തരിക. അവർ ഗാമ സാറ്റിന് എഴുതണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ ഒരിക്കലും അതൊരു റോ കേസ് ആയിട്ട് അവർ പറയില്ല. അത് ഗാമ സാറ്റ് എന്ന് എഴുതിയാൽ 15 തന്നെ, ഗാമ എന്ന് എഴുതിയാലും 15 ആണ്. അത് മീൻസ് അത് അവര് പറയാ കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ എഴുതും. പക്ഷെ നമ്മളത് എഴുതുക, എന്താ പറയാ, അസ്യൂമിങ് ഇറ്റ് ആസ് ഗാമ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ എഴുതുക. എന്നിട്ട് എന്ത് എഴുതണം? 15 - 10 × 1.5 ആണ് 51.5 വന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ ഒന്ന് പറയൂ, അല്ലെങ്കിൽ എനിക്കിത് വീണ്ടും ഒന്നുകൂടി പറയേണ്ടി വരും. മനസ്സിലായവർ ഒരു ഓക്കെ പറയൂ. സിഗ്മ നോട്ട് ബാറിന്റെ വാല്യൂ എങ്ങനെ കിട്ടിയെന്നുള്ളത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയവർ ഒരു ഓക്കെ പറയൂ. ചാറ്റിൽ ഇട്ടാ മതി. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് സിഗ്മ നോട്ട് ബാർ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ അതും കിട്ടി. ഇനി നമുക്ക് ആ കൂടി നമ്മുടെ ഇക്വേഷനിൽ ഡെൽറ്റ സിഗ്മ ബാർ ആണ് വേണ്ടത് അല്ലെ? ഡെൽറ്റ സിഗ്മ ബാർ വേണം. അത് ഇവരിങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അറ്റ് ദി മിഡ് ലൈൻ ദ എക്സേർട്ടഡ് പ്രഷർ വാസ് 200 എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, 200 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ അവർ പറഞ്ഞത് എവിടെയാ? 200 കിലോ ന്യൂട്ടൺ അറ്റ് ദി ബേസ് എന്നാണ് പറയുന്നത്. 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെയാണ് 200. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം, നമ്മൾ ആലോചിച്ചു, ഒരു വണ്ടിയുടെ ലോഡൊക്കെ റോട്ടിൽ വരികയാണെങ്കിൽ ആ ലോഡ് കുറച്ച് താഴ്ത്തിക്കോ അല്ലെങ്കിൽ ബിൽഡിങ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോ. നമ്മളിപ്പോ നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ ഒരു കൈ വെച്ച് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിന് ടോപ്പ് ഫൈബറിലല്ലേ സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുക. അതിന്റെ താഴെ ബോട്ടം ഫൈബറിൽ എത്തുമ്പോൾ സ്ട്രെസ് ഡെഫിനറ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെസ് വരില്ലല്ലോ. കാരണം ആ ഡിസ്റ്റൻസ് കൂടുന്തോറും, താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്തുണ്ടാവും? ആ ഒരു ഡിസിപ്പേറ്റിംഗ് ഏരിയ മീൻസ് അതിന്റെ ഒരു ഇഫക്റ്റ് കുറയില്ലേ? അപ്പൊ ഇവിടെ 200 ആണെങ്കിൽ എന്തായാലും ഇവിടെ 200 അല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ അത് മറ്റേ ക്ലാസ്സിൽ അന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാട്ടോ. ഞാനിപ്പോ അത് കിട്ടുന്നുണ്ടോ നോക്കാം നമുക്ക്. അപ്പൊ എന്താ വരികയെന്ന് വെച്ചാല്, നമ്മൾ അതിനേക്കാൾ ഒരു പ്രഷർ ബൾബിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതെന്തായാലും ഒരു 200 ആണെങ്കിൽ ഒരു അതിന്റെ ഒരു ഇത് 20%, ചിലപ്പോൾ 220 ഒക്കെ ആയിട്ടുണ്ടാവാം ഇവിടെ എത്തുമ്പോൾ. പ്രഷർ ബൾബിന്റെ രീതിയിലാണ് അത് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. തേർഡ് മോഡ്യൂൾ നമ്മൾ പഠിക്കുകയുള്ളൂ. പ്രഷർ ബൾബ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. അത് ശരിക്കും അപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ മൊഡ്യൂള് നമുക്ക് പിന്നെ എടുക്കാമെന്ന് വെച്ചത്. കാരണം ആദ്യം പ്രോപ്പർട്ടീസ് പറയണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പെൻഡിങ് നിർത്തിയത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ 200 ഇവിടെയാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇവിടെ അത്ര ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാവണം. അത് എത്രയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പോലെ ചെയ്യണ്ട നിങ്ങളത്. വേറൊരു മെത്തേഡാണ്. ഞാനൊരു എളുപ്പത്തിലൊരു മെത്തേഡ് പറയാം. ഞാൻ ഗ്രൂപ്പിൽ ഞാനൊരു സാധനം ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന പോലെ ചെയ്താൽ മതി. അതാണ് 2:1 പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിൽ എന്താന്ന് വെച്ചാല് നമ്മൾ എത്രയാണ് ഇവിടെ അപ്ലൈ ചെയ്ത സ്ട്രെസ് എന്ന് നോക്കുക. ഇവിടെ എത്രയാ വന്നത്? 200 അല്ലേ? ആ 200 എന്നുള്ളത് 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് ടേക്കപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ ക്രോസ് സെക്ഷൻ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ 200 എത്ര ഏരിയയിലാ വന്നത്? ഇവിടുത്തെ 200 എത്രയിലാ വന്നേ? നമ്മുടെ 3/1.5 3 × 1.5 മീറ്റർ എന്ന് പറയുന്ന ഏരിയ വാസ് ടു റിസീവ് ദ 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇവര് പറയുന്ന ട്രപ്പിസോഡ് 2:1 എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആ സാധനം കാണുന്നില്ല. ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? ആ ഇതല്ല,
ഷേപ്പ് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആവുന്നവർ ഈ ഏരിയ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവുന്ന പറഞ്ഞാല് ഈ ലോഡ് ഇങ്ങനെ ട്രപ്പിസോയിഡൽ രീതിയിൽ അത് മീൻസ് ഈ ഒരു ഇതില് കണ്ടോ, ഇവിടെ 3 × 1.5 ആണ്, 3/1.5 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 2:1 എന്നുള്ള രീതിയിൽ ദാറ്റ് ഏരിയ വിൽ ബി, ഏരിയ കൂടുന്നല്ല, ആ ലോഡ് സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഏരിയ ഇങ്ങനെയാവും. കാരണം നമ്മൾ പറഞ്ഞില്ലേ ഇവിടുത്തെ സ്ട്രെസ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞില്ലേ. ഈ സ്ട്രെസ് കുറയെന്ന് പറയുമ്പോൾ ആ സ്ട്രെസ്സിനെ ഉൾക്കൊള്ളാനുള്ള ഏരിയ ഇങ്ങനെ ചെതറി പോണ പോലെ നിങ്ങൾ വിചാരിക്കുക. ആ ലോഡ് ഇങ്ങനെ ഒരു ചെതറി പോവല്ലേ. കണ്ടോ, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോൾ എന്തായി, ഇത്രയും ഒരു ഏരിയ അത് റിസീവ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഫ്രസ്ട്രം ഓഫ് ഒരു കോണ് എന്നുള്ള രീതിയിലാണ് അതിനെ ലോഡ് ഷെയറിങ് ചെയ്യപ്പെട്ട് ഡിസിപ്പേറ്റ് ആവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ 2:1 ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു ബോസിനസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടി പഠിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങനെ ചെയ്യൂ. ഇവിടെ എത്രയാണ് വന്നത് ലോഡ്, ഇവിടെ എത്രയായിരുന്നു, ഇവിടെ 200 അല്ലേ. അപ്പൊ 200 ഇൻറ്റു അവിടുത്തെ ലോഡ് എത്രയാണ് 200. നമുക്ക് ഇവിടുത്തെ സ്ട്രെസ് അല്ലേ വേണ്ടേ, നമുക്ക് ഇവിടുത്തെ സ്ട്രെസ്സാ വേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ലോഡ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ ചെയ്താൽ പോരെ. മനസ്സിലായോ, ഇവിടുത്തെ ലോഡ് എത്രയാ 200 kN/m². അത് ലോഡ് സ്ട്രെസ് ആണ്. അത് ഇൻറ്റു 3 × 1.5 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോഡ് കിട്ടില്ലേ. എന്താ ഞാൻ പറഞ്ഞേ, 200 × 3 × 1.5 ചെയ്താൽ ഇവിടുത്തെ ലോഡ് കിട്ടും. ആ ലോഡിനെ ഇവിടുത്തെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ 2:1 നമുക്ക് ക്ലാസ്സിലൊക്കെ വരച്ചൊക്കെ വേറെ വെച്ച് ചെയ്യാം. ഇവിടെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എന്താവും, ഇവിടെ L എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ L+Z ആവും. ഈ ഒരു ലെങ്ത് ഇങ്ങനെ ഇതിലേക്ക് പോകുമ്പോൾ എന്താണ്, L എന്നുള്ള ലെങ്ത്തിന്റെ കൂടെ L+0.5Z വരുമ്പോൾ L+Z ആവും. അല്ല L+3.5 L+Z. ഈ Z എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ ബോട്ടം ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ള ദൂരത്തിനെയാണ് Z എന്ന് പറയാം. അപ്പൊ എത്ര വരും സാനിയ പറഞ്ഞേ, ഇത് മുതൽ ഇതെന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് ഫൂട്ടിംഗ് മുതൽ നമ്മുടെ ക്ലേയുടെ മിഡ് വരെ എത്രയാ ഡിസ്റ്റൻസ് വരുന്നത്, ഈ ബേസ് ഓഫ് ഫൂട്ടിംഗ് മുതൽ ഈ ചിത്രത്തിൽ എത്രയാ വരുന്നേ, 4.5. ഇവിടെ 1.5, ഇവിടെ 1.5, 2, 3.5 അല്ലേ. അതായത് ഇതിന്റെ ബേസ് മുതൽ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ ബേസ് മുതൽ ക്ലേയുടെ പകുതി വരെ 3.5 അല്ലേ. ഓക്കെ, 3.5. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇവിടുത്തെ ലോഡ് നമുക്ക് കിട്ടി 200 × 3 × 1.5 ഡിവൈഡഡ് ബൈ L+Z × B+Z ആണ് ഇക്വേഷൻ. അപ്പൊ L എത്രയാണ് 3, L അല്ലേ ലെങ്ത് എന്ന് പറയുന്നത് 3 + 3 ഇപ്പൊ സാനിയ പറഞ്ഞു 3.5, അതൊരു ബ്രാക്കറ്റിൽ ഇടാം, ഇൻറ്റു മറ്റേത് എത്രയാ 1.5 ഇൻറ്റു ഈ പറഞ്ഞ 3.5 എന്ന് പറയുന്ന സംഖ്യ ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇത് കിട്ടണില്ല നിങ്ങൾക്ക് 29.9 കിട്ടില്ല, പക്ഷെ ഏകദേശം 29 കിട്ടുന്നതായിട്ട് കാണാം. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കേ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പറയേ. അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, എന്താണ്, നമ്മൾ ഇവിടുത്തെ അപ്ലൈഡ് ലോഡ് ബേസിൽ അപ്ലൈഡ് ലോഡ് എത്ര വരുന്നത് 200 kN/m² ആണ്. 200 × 3 × 1.5 ഹോൾ ഡിവൈഡഡ് ബൈ L+Z. ലെങ്ത് 3 ആണ്, Z എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെ, അതായത് ഈ ബേസ് തൊട്ട് ക്ലേയുടെ മിഡ് വരെ അത് 3.5 വന്നു. അപ്പൊ 3 + 3.5 what is that 6.5 ഇൻറ്റു 1.5 ഇൻറ്റു 3.5. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 28 എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇതും ഒരു അപ്രോക്സിമേറ്റ്. അപ്പൊ ഇവര് സിംപ്സൺസ് റൂൾ പ്രകാരം അവർക്ക് 29.9 കിട്ടി. നമുക്ക് ഏകദേശം ഇത് 2:1 പ്രകാരമാണെങ്കിൽ 28 ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ചെയ്ത് നോക്കിയാൽ മതി, നോക്കുമ്പോൾ കിട്ടും. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 28 തന്നെ എഴുതി വെച്ചോ. 28 എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതി വെച്ചാൽ നമുക്ക് ഏകദേശം ആൻസർ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊന്നും നമുക്ക് പഠിക്കാൻ ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമ്മളിത് ചെയ്യാറൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ ഒരു മെത്തേഡ് പ്രകാരം ഇതൊന്നും ചെയ്ത് നമ്മുടെ നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം കേട്ടോ. ഇനി എത്ര പേരുണ്ട് ഇവിടെ?
16 പേരേ ഉള്ളൂ അല്ലേ? ഹരിപ്രസാദ്, അടുത്തേക്ക് പോവാം. അത് വായിക്കാൻ കാണാൻ പറ്റുന്നില്ലേ? ഹരിപ്രസാദ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് തുടക്കം ലൈൻ ഒന്ന് വായിച്ചേ. ഇവിടെ ഇല്ലേ? 3 meter ഓക്കെ, വെരി thick ഗുഡ്. layer. Hello. ബാക്കി ഞാൻ വായിക്കാം കേട്ടോ. വെരി ഗുഡ്. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3 മീറ്റർ. ഇത് കൺസോളിലെ ഇത് മറ്റേത് മാഗ്നിറ്റ്യൂഡ് സെറ്റിൽമെന്റ് പ്രോബ്ലം നമ്മൾ കവർ ചെയ്തു. ഇനി ഇത് നമ്മൾ ക്ലാസ്സിന് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഫ്രഷ് ക്വസ്റ്റ്യൻസ് എവിടെ പോയാലും നമുക്ക് കാണാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അത് നമ്മൾ അസൈൻമെന്റിൽ എഴുതാം. അപ്പൊ ഇതിൽ എന്താണ്? എ 3 മീറ്റർ തിക്ക് ക്ലേ ലെയർ ബിനീത്ത് ബിൽഡിംഗ് ഈസ് ഓവർലൈൻ ബൈ എ പെർമിയബിൾ സ്ട്രാറ്റം ആൻഡ് ഈസ് അണ്ടർലൈൻ എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലെ ഒരു ബിൽഡിംഗ് വരയ്ക്കുന്നു. അതിന്റെ താഴെ നമ്മൾ ജസ്റ്റ് താഴെ ക്ലേ വരയ്ക്കരുത്, കുറച്ച് താഴെ മാറിയിട്ട് ഒരു ക്ലേയുടെ ലെയർ വരയ്ക്കുന്നു. അതിന്റെ തിക്നെസ് എത്രയാണ്? 3 മീറ്റർ ആണ്. വാട്ട് അബൌട്ട് ഇറ്റ്സ് എൻഡ് കണ്ടീഷൻസ്? അത് ഓവർലൈൻ, അതിന്റെ മുകളിൽ വരുന്നത് സാൻഡി ഓർ ഗ്രാവലി ടെറൈൻ ആണെങ്കിൽ താഴെ വരുന്നത് ഇംപർവിയസ് റോക്ക് ആണ് അല്ലെ? അപ്പൊ അതിന് എന്ത് മനസ്സിലായി? അതിന് എന്ത് മനസ്സിലായി? സിംഗിൾ ഡ്രെയിനേജ് കണ്ടീഷൻ ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? സി വി, അവർ ആ മണ്ണ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ സി വി കിട്ടിയിട്ടുണ്ട് 0.25 സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ഇനി അതിന്റെ 8 സെന്റിമീറ്റർ ആണ് അതിന്റെ ഫൈനൽ എക്സ്പെക്ടഡ് സെറ്റിൽമെന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എല്ലാ 100% കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദ മാക്സിമം സെറ്റിൽമെന്റ് ഈസ് 8 സെന്റിമീറ്റർ. അപ്പൊ എത്രയായിരിക്കും? ഈ 3 മീറ്റർ ക്ലേ എന്നുള്ളത് 3 മീറ്റർ 300 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ ഫൈനൽ ഹൈറ്റ് ഓഫ് ദി സ്പെസിമെൻ, തിക്നെസ് ഓഫ് ദി ക്ലേ ഒക്കെ വരുന്നുണ്ടാവുക അല്ലെ? അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിൽ 3 ചോദ്യങ്ങളാണ് ഇവര് ഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിൽ 3 ചോദ്യങ്ങളുണ്ട്. എ ബി സി തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ 80% ഓഫ് ദ ടോട്ടൽ സെറ്റിൽമെന്റ് ടു ടേക്ക് പ്ലേസ് അല്ലെ? ക്വസ്റ്റ്യന്റെ ഇത് മാത്രം നോക്കിയാൽ മതി, ചോദ്യം മാത്രം നോക്കാം, ആൻസർ നോക്കണം എന്നില്ല. അപ്പൊ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? എ പാർട്ട് ടൈം, അതായത് എത്ര ടൈമാലാണ് 80% ടോട്ടൽ സെറ്റിൽമെന്റ് എടുക്കാനായിട്ട് എത്ര ടൈം വരും എന്നല്ലേ? ആർദ്ര, അത് നമുക്ക് ചെയ്തൂടെ? ആർദ്ര ഇവിടെ ഇല്ലേ? ഹലോ ആർദ്ര, കേൾക്കുന്നില്ലേ? അപ്പൊ ഇതില് വേറെ ആരെങ്കിലും കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഒരാളത് ഇവിടെ മിന്നു ഇവിടെ ഉണ്ടാ? നീവ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം കേട്ടോ. അപ്പൊ ഇതിൽ എത്ര ടൈമിലാണ് 80%, അതായത് 100% കഴിഞ്ഞാൽ നമ്മൾ 8 സെന്റിമീറ്റർ ആയി എന്നുള്ളതൊക്കെ മനസ്സിലായി, ഫൈനൽ എക്സ്. അപ്പൊ ഇതിൽ 80% എടുക്കാനായിട്ട് എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചോദിച്ചാലും ടൈം റൈറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വി നോ സി വി ഈക്വൽ ടു ടി വി ഇൻറ്റു ഡി സ്ക്വയർ ബൈ ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ സി വി ഇസ് ഗിവൺ ടു യു സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റിൽ അറിയാം. ടി വി എന്ന് പറയുന്നത് you know it is a function of degree of consolidation. Degree of consolidation is given to as 80% അല്ലെ? u equal to 80% ആണ് തന്നിട്ടുണ്ട്. u എന്ന് പറയുന്നത് എന്താണ്? u എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടൈം ഫാക്ടർ ടി വി നമുക്ക് കണ്ടുപിടിക്കാന്ന് അറിയാം. u 80% ആണെങ്കിൽ നമുക്കൊരു വലിയ ഇക്വേഷൻ അല്ലേ ഉള്ളത്, ആ ഒരു ഇക്വേഷൻ കാണാൻ പടം പഠിക്കണം, 0.7 എന്നൊക്കെ പറഞ്ഞൊരു സംഭവം, അതിലിട്ട് കൊടുത്താൽ നമുക്ക് 80% കിട്ടും. മറ്റത് 0.84, 90% ആണെങ്കിൽ 0.848 എന്നുള്ള വാല്യൂ നമുക്കറിയാം. 0.8 എത്തുന്നുണ്ടാവില്ല, അതിൽ ചോടെ 0.196 കൂടുതലുള്ള ഒരു വാല്യൂ ഡെഫിനറ്റ്ലി ആയിരിക്കും. അങ്ങനെ ഒരു ടി വി എന്ന് പറയുന്ന ടൈം ഫാക്ടറിന്റെ വാല്യൂ കിട്ടും അല്ലെ? അത് നമുക്ക് കിട്ടില്ലേ? അപ്പൊ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ ടി വി കണ്ടുപിടിക്കുന്നു. അപ്പൊ സി വി ഈക്വൽ ടു ടി വി ഇൻറ്റു എന്നുള്ളതിൽ ടി വി കിട്ടി. ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദ ഡ്രെയിനേജ് പാത്ത്. ദ ഡ്രെയിനേജ് പാത്തിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി സ്പെസിമെൻ 3 മീറ്റർ ആണ്. തിക്ക് ക്ലേ ലെയർ എങ്കിൽ 300 സെന്റിമീറ്റർ അല്ലേ? കാരണം സെന്റിമീറ്റർ പെർ സ്ക്വയർ പെർ മിനിറ്റിലാണ് സി വി തന്നിരിക്കുന്നത്. അപ്പൊ 300 സെന്റിമീറ്റർ ആണെങ്കിൽ സിംഗിൾ ഡ്രെയിനേജ് കണ്ടീഷൻ ആയതുകൊണ്ട് സ്മോൾ ഡി വിൽ ബി സെയിം ആസ് 300 സെന്റിമീറ്റർ. അപ്പൊ അതും ഓക്കെ ആയി. അപ്പൊ സി വി ഈക്വൽ ടു സി വി അറിയാം, ടി വി കിട്ടി, ഡി സ്ക്വയർ അറിയാം ബൈ ടി. ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ ടൈം ഫോർ 80% സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ടി ഫോർ കറസ്പോണ്ടിങ് ടു 80%
ടി 80% ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടി ഡിനോമിനേറ്ററിലുള്ള ടി ആണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അത് അവസാനം അതിനെ വലിയൊരു ഗ്രോസ് വാല്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ ഇയറിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട്, ഡിറ്റർമിൻ ദ ടൈം റിക്വയർഡ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് 2.5 സെന്റിമീറ്റർ ടു ഒക്കർ. അതെങ്ങനെ ചെയ്യാം? അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ സി വി അഗൈൻ അറിയാം, നമുക്ക് എപ്പോഴും അതാണ്. ഇനി ഇവിടെ ടൈം റിക്വയർഡ് ഫോർ സെറ്റിൽമെന്റ് 2.5 എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ നമ്മൾ 80% ആണ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് നേരത്തെ ഒബ്വിയസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2.5 സെന്റിമീറ്റർ ആണ് സെറ്റിൽമെന്റ് വന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിച്ചൂടെ? സാനിയ, എങ്ങനെ കണ്ടുപിടിക്കാം? യു എത്രയാ വരിക അവിടെ? സെറ്റിൽമെന്റ് പ്രസന്റ് സെറ്റിൽമെന്റ് 2.5 സെന്റിമീറ്റർ ആണ്. അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് എത്രയാണ് അതിന് വരുന്നത്? 8 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. 2.5 divided by 8. കറക്റ്റ്. അപ്പൊ അതൊന്ന് യു കിട്ടില്ലേ? 2.5/8 എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ എന്ത് പറയുന്നത് യു ഡിഗ്രി ഓഫ് കൺസോളേഷൻ. അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിഗ്രി ഓഫ് കൺസോളേഷൻ യു. അപ്പൊ ആ യു കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ നോ വിച്ച് ഇക്വേഷൻ ഇസ് ടു ബി യൂസ് ടു ഫൈൻഡ് യുവർ ടൈം ഫാക്ടർ. അത് അങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ അത് അവരൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചെന്ന് മാത്രം. 2.5/8 ചെയ്തിട്ട് യു കണ്ടുപിടിച്ചിട്ട് വേണം ടൈം ഫാക്ടർ കണ്ടുപിടിക്കാൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ പഠിക്കാം. സീരീസിനൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിലൊക്കെ വരാം. അപ്പൊ ഈ രീതിയിൽ ഇതന്നെ വരണം എന്നല്ല, പല ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പറ്റാവുന്നതൊക്കെ നോക്കുക. കൺസോൾട്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആക്കി വെച്ചാൽ ഷിയർ സ്ട്രെങ്തും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ടൈം ആണ് പ്രശ്നം. നമുക്ക് ഇതൊക്കെ എടുത്ത് തീർക്കാനുള്ളൊരു സമയമൊക്കെ വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇത്ര പേരൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ പ്രശ്നമുണ്ട് നമുക്ക്. അതൊക്കെ പോട്ടെ. അപ്പൊ അതിൽ ടൈം റിക്വയർഡ് ഫോർ എത്ര സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നടക്കാനുള്ള ടൈം കിട്ടില്ലേ? അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നേരത്തെ പോലെ സ്മോൾ ടി തന്നെയാണ് ചോദ്യം. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സെറ്റിൽമെന്റ്, സി പാർട്ട് കമ്പ്യൂട്ടർ സെറ്റിൽമെന്റ് ദാറ്റ് വുഡ് ഒക്കർ ഇൻ 1 year എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു CC/1 + C0 ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ എന്താണ്, അത് അത്തരം E0യും CCയും ഒക്കെ തരികയാണെങ്കിലാണ് അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ again it is a time rate of settlement bound equation to be used for settlement computation. ക്ലിയർ ആണോ? അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു കളി തന്നെയാണ് നമുക്ക് എന്താ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനും വേണ്ടത്. അപ്പൊ എന്തായിരിക്കും അവിടെ ചെയ്യുക? മനസ്സിലായോ? അപ്പൊ ഒരു ഇയറിന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ വരുന്ന സെറ്റിൽമെന്റ് എത്രയാന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ അത് ഒരു വർഷം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് ആവില്ലായിരിക്കും. കാരണം അത് 8 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. അപ്പൊ ഇവര് പറയുന്ന ഒരു വർഷത്തിന്റെ ഇതാണ് ചോദ്യം. അപ്പൊ സ്മോൾ ടി ഈക്വൽ ടു 1 year ആണ് എന്നുള്ളത് മനസ്സിലായി. സ്മോൾ ഡി നോട്ട് ടു യു. സ്മോൾ ഡി ഡ്രെയിനേജ് പാത്ത് അറിയാം, CV അറിയാം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ ബേസിൽ എന്ത് കണ്ടുപിടിക്കാം? CV അറിയാം, സ്മോൾ ടി ഗിവൺ ആണ്, ദെൻ ഡി അറിയാം, TV കണ്ടുപിടിച്ചൂടെ? ഒരു വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? TV കണ്ടുപിടിച്ചൂടെ? ക്ലിയർ അല്ലേ? ഇത് ഞാൻ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതൊരു പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ്? സ്മോൾ ടി അറിയാം, CV അറിയാം, ഡി അറിയാം, TV കണ്ടുപിടിക്കാം. ഈ TV കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് TV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടൈം ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും യു കണ്ടുപിടിച്ചൂടെ? ഇന്റർപോളേറ്റ് ചെയ്താൽ മതി. TVയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാം യു ഈക്വൽ ടു 0 ആണെങ്കിൽ TV 0 ആണ്. യു ഈക്വൽ ടു 50% ആണെങ്കിൽ TV 0.196 ആണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. TV ഈക്വൽ ടു 90%, സോറി, യു ഈക്വൽ ടു 90% ആണെങ്കിൽ TV 0.848 ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഇവിടെ എന്താ കിട്ടുക? TV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എത്രയാണ് യു എന്നുള്ളത് കണ്ടുപിടിച്ചൂടെ? ക്ലിയർ ആണോ? ബാക്ക് കാൽക്കുലേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ TV കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഇന്റർപോളേറ്റ് ടു ഗെറ്റ് യുവർ കറസ്പോണ്ടിങ് യു, ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ കിട്ടും. ആ യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം യു ഈക്വൽ ടു എന്താണ്? പ്രസന്റ് സെറ്റിൽമെന്റ് ദാറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ ക്വസ്റ്റ്യൻ. പ്രസന്റ് ഇൻ 1 year, പ്രസന്റ് സെറ്റിൽമെന്റ് ഫോർ ദി ഫസ്റ്റ് 1 year. അപ്പൊ SP ഡിവൈഡഡ് ബൈ SF ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു കിട്ടില്ലേ? അല്ല, മീൻസ് യു ഈക്വൽ ടു SP/SF ചെയ്താൽ പോരെ? SP ആണ് ക്വസ്റ്റ്യൻ. SF എത്രയാണ്? ഫൈനൽ സെറ്റിൽമെന്റ് 8 സെന്റിമീറ്റർ ആണ്. യു കിട്ടിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ എഴുതിയിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ എഴുതാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്ന പോലെ എഴുതി ഈ ഉത്തരത്തിൽ എത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് കണ്ടോ? 80% സെറ്റിൽമെന്റ് നടക്കാൻ 3.5 വർഷം
ഒരു ഏകദേശം 4 വർഷത്തിനോട് അടുത്ത് വരുന്നുണ്ട്. എന്നാൽ 31% സെറ്റിൽമെന്റ് നടക്കാനായിട്ട് എത്ര വരുന്നുള്ളൂ കണ്ടോ, 195 ഡേയ്സ് ആ വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇനീഷ്യൽ കംപ്രഷൻ ഒക്കെ പെട്ടെന്ന് നടക്കും, പിന്നെ പ്രൈമറി കൺസോൾട്ടേഷൻ ഫേസ് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു യുക്തി വരുന്നത് കേട്ടോ. ഇനി തേർഡ് സെറ്റിൽമെന്റിന് ഇത് ഇവരൊന്നും എഴുതിയിട്ടില്ല. ഇവരൊരു എന്തോ ഒരു ടേബിൾ നോക്കിയിട്ടൊക്കെയാണ് ഇവർ ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ ടേബിളും കാര്യങ്ങളും ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് ഒന്നും തരുന്നില്ല. അപ്പൊ ഈ ഒരു ഇന്റർപോളേഷൻ രീതിയിൽ യു കണ്ടെത്തുക. യു കണ്ടെത്തിയിട്ട് യു ഇൻറ്റു ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇയറിലെ സെറ്റിൽമെന്റ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പ്രോബ്ലം ഇതുപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഹർഷ ഇത് കാണുന്നുണ്ടോ? ഹർഷ ഇപ്പഴാ ജോയിൻ ചെയ്ത് തോന്നുന്നു അല്ലേ? ഇത് കാണുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുക കേട്ടോ. ഹർഷ ഇത് കാണുന്നുണ്ടോ? ഒന്ന് പറയോ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ. ഓക്കെ 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 ഓക്കെ. ഇനി ഇതിൽ ശരി ശരി ഓക്കെ. അപ്പൊ ഇതിൽ വേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊക്കെയും ചോദിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഏത് ഭാഗത്തുനിന്ന് എന്ത് ചോദ്യം ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ലാബോറട്ടറി കൺസൾട്ടേഷൻ ഡാറ്റ തന്നിട്ടുണ്ട്, ഈ തന്നിട്ടുണ്ട്. ഫൈനൽ ഇനീഷ്യൽ വോയിഡ് റേഷ്യോ 1 ആണ്. ഇനീഷ്യൽ വോയിഡ് റേഷ്യോ 1 ആണ്. ഫൈനൽ വോയിഡ് റേഷ്യോ 0.8 ആണ്. ഇനീഷ്യൽ സ്ട്രെസ് അപ്ലൈ ചെയ്തത് 85 ആയപ്പോഴാണ് ഇനീഷ്യൽ വോയിഡ് റേഷ്യോ 1 ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇനീഷ്യൽ സ്ട്രെസ് 85 ആണ്, ഫൈനൽ സ്ട്രെസ് 465 ആണ്. അപ്പൊ എന്താണ് ഇവരുടെ ചോദ്യം, ഇത് ഇത്ര തന്നിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് സിഗ്മ 3 ബാർ ഒരു തേർഡ് ഒരു ഇൻക്രിമെന്റ് സ്ട്രെസ് 600 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വോയിഡ് റേഷ്യോ എത്രയായിരിക്കും. അപ്പൊ എന്തായാലും ഈ 0.8 കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമ്മളെ എങ്ങനെ ചെയ്യണം, നമ്മളെ ഇതിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് അറിയുന്നത് ഈ ലോഗ് സിഗ്മ കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയാ. കാണാപ്പാഠം പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ ഹാർട്ട് അറിയണം. കംപ്രഷൻ ഇൻഡെക്സ് CC എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ ലോഗ് ടു ദ ബേസ് 10 സിഗ്മ 2 ബൈ സിഗ്മ 1 ബാർ ആണ്. ഇനി എന്താണ് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ, ഇനീഷ്യൽ വാല്യൂ 1 ആയിരുന്നു, അത് ഫൈനൽ എത്തിയപ്പോൾ 0.8 ആയി എന്ന് പറയുമ്പോൾ എന്താണ് ചേഞ്ച്, 1 മൈനസ് 0.8 ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ, അങ്ങനെ വേണം കേട്ടോ. കാരണം ലോഗ് സിഗ്മ 2 ബാർ മൈനസ് ലോഗ് സിഗ്മ 1 ബാർ ആണല്ലോ A ബൈ B ആയത്. അപ്പൊ 460 ഹയർ വാല്യൂ ആണ് മുകളിൽ വരിക. 465 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കംപ്രഷൻ ഇൻഡെക്സ് 0.271 കിട്ടി. ഈ 0.271 എന്ന് പറയുന്നത് ആ ഒരു സോയിലിന് ഒന്നായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് 0.271 എന്ന് പറയുന്നത് സ്ലോപ്പ് തന്നെ വരച്ചാൽ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും അല്ലെ. ഇവിടെ E1 E2 എന്നുള്ളത് E3 ആയി. അപ്പൊ അഗൈൻ ആ E1 E3 കണക്ട് ചെയ്തിരുന്ന സ്ലോപ്പും will preserve the same slope, that is CC. അപ്പൊ CC ഈക്വൽ ടു എന്തായിരിക്കും, E1 എന്ന് പറയുന്നത് E3 ആയില്ലേ. അപ്പൊ E1 മൈനസ് E3 ഡിവൈഡഡ് ബൈ ലോഗ് E3 ബൈ E1 സിഗ്മ 1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പൊ അവിടെ E1 അറിയാം, E3 അറിയില്ല, സിഗ്മ 3 തന്നിട്ടുണ്ട്, സിഗ്മ 1 85 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E3 കിട്ടില്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒരു വരയ്ക്കുമ്പോൾ ഒരു ഗ്രാഫ് ഒക്കെ വരച്ചത് ജസ്റ്റ് കാണിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗം നിങ്ങൾ റേറ്റ് ഓഫ് ഫ്ലോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ ക്ലേ ലെയർ 4 മീറ്റർ തിക്ക് സബ്ജക്ട് ടു പ്രഷർ ഓഫ് 55 എന്ന് പറയുന്നുണ്ട്. അതിന് ഡബിൾ ഡ്രെയിനേജ് സംവിധാനമാണ്. എൻ്റെ അണ്ടർഗോസ് 50% കൺസോൾട്ടേഷൻ ആണ്. CV കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? TV തന്നിട്ടും ഉണ്ട്. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. CV ഈക്വൽ ടു TV ഇൻറ്റു D സ്ക്വയർ ബൈ T എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0.196, കാരണം 50% ആകുമ്പോൾ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്കറിയാം 0.196 ആണ്, ഇൻറ്റു ഡബിൾ ഡ്രെയിനേജ് ആണ്. അപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 ഇയർ ആകുമ്പോൾ യൂണിറ്റ് എന്ത് കിട്ടും, നമ്മൾ എന്താണോ കൊടുക്കുന്ന ആ രീതിയിൽ മീറ്റർ സ്ക്വയർ പെർ, എപ്പോഴും ഏരിയ പെർ ടൈം എന്നുള്ള രീതിയിലാണ് കിട്ടുക കേട്ടോ. മീറ്റർ സ്ക്വയർ പെർ ഇയർ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റൻ ഓഫ് കൺസോൾട്ടേഷൻ കിട്ടും. ഇനി K തന്നിട്ടുണ്ട്. നമ്മൾ ഫോർമുലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു K എന്ന് പറയുന്നത് K ആണ്. അപ്പൊ K ഈക്വൽ ടു CV MV ഗാമ W ആണ് അല്ലെ. CV MV ഗാമ W അല്ലേ K ഇക്വേഷൻ കാണാതെ അറിയണം. CV ഈക്വൽ ടു K ഈക്വൽ ടു CV MV ഗാമ W എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പൊ K തന്നിട്ടുണ്ട്. K എത്രയാണ് തന്നിരിക്കണേ, 0.020 ബൈ CV എന്ന് പറയുമ്പോൾ എന്താണ്, CV എത്രയായിരുന്നു, 0.8784 ഇൻറ്റു ഇവിടെ ഗാമ ഡബ്ല്യുവിനെ അവര് 1000, ഈ 1000 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എടുത്താൽ മതി. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഈ 1000 അവിടെ ആവശ്യമില്ല. അപ്പൊ അവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇട്ടാൽ മതി. അപ്പൊ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലെ, കാരണം അത് അങ്ങനെ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, MV എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഡെൽറ്റ എന്തായിരുന്നു ഇക്വേഷൻ, AV ബൈ 1 + E0 ഒരു MVയുടെ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇത് യൂണിറ്റ് എന്താ വരിക, മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ തന്നെയാണ് വരിക, അല്ലെങ്കിൽ ഇവിടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ അതന്നെ വരുള്ളൂ. അപ്പൊ ഇത് കിട്ടും. മനസ്സിലായോ? ഇനി ഇതിൽ ഡിറ്റർമിൻ ദ സെറ്റിൽമെന്റ് ഇൻ 1 ഇയർ എന്നാണ്.
അപ്പോൾ കണ്ടോ, അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്താൽ ഇവിടെ കിട്ടില്ല. ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം കെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെറ്റിൽമെന്റിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, എം വി ഇൻറ്റു എച്ച് ഇൻറ്റു ഡെൽറ്റ സിഗ്മ ബാർ. അപ്പൊ എം വി, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എം വി ഇങ്ങനെ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? എം വി ഇവിടെ സെറ്റിൽമെന്റ് ഇൻ 1 ഇയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ സെറ്റിൽമെന്റിന് അതർ ഇക്വേഷൻ എം വി ഇൻറ്റു എച്ച് സീറോ ഇൻറ്റു ഡെൽറ്റ സിഗ്മ ബാർ ആണ്. അപ്പൊ അതുകൊണ്ട് എം വി എന്ത് ചെയ്തു, എം വി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എച്ച് സീറോ ഇത് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്യേണ്ടത് കേട്ടോ, കൺസോൾട്ടേഷനിൽ ചെയ്യേണ്ടത്. കൺസോൾട്ടേഷനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ ഒരു എല്ലാം നമ്മൾ ക്ലാസ്സിൽ എടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ്. കോമ്പാക്ഷനെ പറ്റിയിട്ട് വേഗം ഒന്ന് പറഞ്ഞ് നമുക്ക് അതൊന്ന് അവസാനിപ്പിക്കാം കേട്ടോ. കോമ്പാക്ഷൻ വേഗം സ്ലൈഡിലൂടെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട്, കോമ്പാക്ഷൻ പഠിക്കുമ്പോൾ കംപ്രസിബിലിറ്റി പ്രോപ്പർട്ടി പഠിക്കണം. കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളതും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. വിത്ത് ഫിഗർ പഠിക്കുക. കോമ്പാക്ഷൻ ഒരു ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്ക് ആണെന്നുള്ള രീതിയിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്ലൈഡ് സ്ട്രെസ് വരുമ്പോഴാണ് ആൻഡ് പ്ലസ് വാട്ടർ ആ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം സ്ലൈഡിലുണ്ട്. പർപ്പസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇൻപ്രോപ്പർ വാട്ട് ആർ ദി ഡ്രോബാക്സ് ഇഫ് നോട്ട് പ്രോപ്പർലി കോമ്പാക്റ്റഡ്, ആ രീതിയിൽ പഠിക്കുക. ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് സ്കെച്ച് വേണം വരയ്ക്കാൻ. ഇനി പഠിക്കുമ്പോൾ ഫീൽഡ് കോമ്പാക്ഷൻ എന്നുള്ള രീതിയിൽ ഏതൊക്കെ റോളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഏതൊക്കെ സന്ദർഭത്തിൽ ഏത് റോളർ ആണെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് അപ്പം അങ്ങനെ പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പം അതൊക്കെ പഠിക്കണം, പ്രോപ്പറായിട്ട് പഠിക്കുക. ദെൻ സെലക്ഷൻ ഇങ്ങനെ. ഇനി ലാബ് കോമ്പാക്ഷൻ ടെസ്റ്റ് ലാബിൽ നമ്മൾ ഹെവി ആയിട്ട് ലൈറ്റ് ആയിട്ടും ചെയ്യണം എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഒരു ട്രയൽ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഒറ്റ തവണ ചെയ്താൽ കിട്ടില്ല. നമ്മൾ വേരിയിങ് വാട്ടർ കണ്ടന്റ് ചെയ്യുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് ദി വേരിയിങ് ഡ്രൈ ഡെൻസിറ്റീസ്. സോ അത് ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത് കിട്ടുക അല്ലേ. കോമ്പാക്ഷൻ കർവും സീറോ എയർവേർഡ്. ദിസ് ഇസ് എ പ്രാക്ടിക്കൽ കർവ് വിത്ത് അവർ ലബോറട്ടറി വാല്യൂസ് ആൻഡ് ദിസ് ഇസ് തിയറട്ടിക്കൽ കർവ്. ഇതിനെയാണ് നമ്മൾ സീറോ എയർവേർഡ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഒരു മണ്ണിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ പാടുള്ളൂ. കോമ്പാക്ഷൻ കർവ് നമുക്ക് കിട്ടുന്ന വാല്യൂ. സീറോ എയർവേർഡ് ലൈൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ 100% സാച്ചുറേഷൻ ലൈൻ. ദ ലൈൻ ഷുഡ് നോട്ട് ക്രോസ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ട്? ഈ കർവ് വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് കിട്ടും. കറസ്പോണ്ടിങ് ലബോറട്ടറി സ്പെസിഫൈ ചെയ്യുന്ന ഡ്രൈ മാക്സിമം ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ലാബിൽ ഇത്ര പറഞ്ഞുവെങ്കിൽ ഫീൽഡിലും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ അത്ര ഡ്രൈ ഡെൻസിറ്റി അച്ചീവബിൾ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാബിൽ നമ്മൾ 1.85 കിട്ടുമെന്ന് പറഞ്ഞാൽ ഫീൽഡിലും 1.85 കിട്ടി കഴിഞ്ഞാൽ 100% ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ലാബിൽ 1.85 പറഞ്ഞിട്ട് ഫീൽഡിൽ 1 കിട്ടിയില്ലെങ്കിൽ 1/1.85 എന്ന് പറയുമ്പോൾ വാല്യൂ കുറവല്ലേ. അപ്പൊ അങ്ങനെയാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ഞാൻ എവിടെയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഹെവി കോമ്പാക്ഷൻ ഒരു വ്യത്യാസമില്ല, പ്രൊസീജിയറിൽ കുറച്ച് വ്യത്യാസം. ഇനി ഒരേ മണ്ണിൽ 2 കോമ്പാക്ഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ യുവർ ലോ എന്താ പറയുക, നമ്മുടെ ലൈറ്റ് കോമ്പാക്ഷൻ ഗ്രാഫ് വിൽ ബി ലോവർ ദാൻ ഹെവി കോമ്പാക്ഷൻ അല്ലേ, ഉറപ്പല്ലേ? കാരണം കോമ്പാക്റ്റീവ് എഫേർട്ട് കൂടുതലാകുമ്പോൾ ഡെഫിനറ്റ്ലി ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻമെന്റും അതിനായിരിക്കും കൂടുതൽ വരിക. ഇനി ഇതിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് നമ്മുടെ ലൈൻ ഓഫ് ഒപ്റ്റിമം. ഇനി ഇത് സീറോ എയർവേർഡ് ലൈന്. പിന്നെ ഇവിടെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഡ്രൈ ഡെൻസിറ്റി കൂടുമ്പോൾ കറസ്പോണ്ടിംഗ്ലി യു ക്യാൻ സി യുവർ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് എ ലെഫ്റ്റ്. ഇതിങ്ങനെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഒരു നോട്ടായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ നല്ലതായിട്ട് പഠിക്കണം ലാബ് കോമ്പാക്ഷൻ ടെസ്റ്റുകൾ. ഇനി കോമ്പാക്ഷൻ്റെ ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലുള്ളത്. അതേപോലെ പഠിക്കുക. കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് പഠിക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി എഫക്റ്റ് ഓഫ് കോമ്പാക്ഷൻ? സോയിൽ പ്രോപ്പർട്ടീസിനെ കോമ്പാക്ഷൻ എങ്ങനെ ബാധിക്കുന്നു? സോയിലിൻ്റെ സ്ട്രക്ചറിനെ മാറ്റുന്നു, പെർമിയബിലിറ്റി കുറയ്ക്കുന്നു. ഇങ്ങനെ ഈ 8 പോയിന്റ്സും ഷിയർ സ്ട്രെങ്ത് കൂട്ടുന്നു. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ വരച്ചിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദി കോമ്പാക്ഷൻ കൺട്രോൾ ടെസ്റ്റ്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രോക്ടർ നീഡിൽ ടെസ്റ്റ് ആണ്. ഇൻ ഓർഡർ ടു അഷ്വർ ദി ക്വാളിറ്റി കൺട്രോൾ ഇൻ ദ ഫീൽഡ് കോമ്പാക്ഷൻ നമ്മൾ ഒരു കാലിബ്രേഷൻ കർവിൻ്റെ സഹായത്തോടെ ഇതിലുള്ള കാര്യങ്ങൾ അതുപോലെ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് നോട്ട് പഠിക്കുന്നതായിരിക്കും നല്ല. നോട്ടിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡ് കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി കോമ്പാക്ഷനും ലൈറ്റ് കോമ്പാക്ഷനും അല്ല എഴുതേണ്ടത്, ഈ പ്രോക്ടർ നീഡിൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇത് പറയണോ? ഇത് ഇവിടെ ഉള്ളവർക്ക് ഇപ്പം പറയണമെന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്കിത് വിടാം. ഇതിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പറയാമെന്നെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഇത് പറയണോ അല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ? എന്താ വേണ്ടേ? വേഗം ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഇതല്ലേ, ഇതെങ്ങനെയാണ് നമ്മൾ കോമ്പാക്ഷൻ കർവ് വരയ്ക്കുക? നമുക്ക് ഈ 2 ഒബ്സർവേഷനെ തന്നിട്ടുണ്ടാവുള്ളൂ.
വാട്ടർ കണ്ടന്റും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നിങ്ങളുടെ സെക്കൻഡ് സീരീസ് ഒക്കെ വരുമ്പോഴും ഇതൊക്കെ ഈ ടൈപ്പ് ഒക്കെ പഠിച്ചിട്ട് തന്നെ വരണം. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ. പ്രാർത്ഥന ആർദ്രപ്പ് ഉണ്ട്. ആർദ്ര നേരത്തെ വിളിച്ചപ്പോ ഒന്നും പറയാൻ കിട്ടില്ല. ആർദ്രപ്പ് ഉണ്ട് അവിടെ? പ്രാർത്ഥന, ഹർഷ, ആരപ്പ പറയണേ? പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയാണോ? അതവരെ ആർഷയുടെ സൗണ്ട് കേട്ടു. അതിന്റെ മുന്നേ ഒരു സൗണ്ട് കേട്ടല്ലോ, അതാരായിരുന്നു? പ്രാർത്ഥനയാണോ? ഓക്കെ ഓക്കെ. അത് കാണുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണേ. പറയട്ടെ ഇത്. ശരി, ഓക്കെ. നമുക്ക് വേഗം അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പൊ ഇത് ഗ്രാഫിൽ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാഫ് ചോദിച്ച് വാങ്ങിച്ചിട്ട് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് അതിൽ തന്നെ വരയ്ക്കണം. കാരണം നിങ്ങളുടെ ആൻസർ ബുക്കിൽ വരച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിക്കോണമെന്നില്ല. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ടൈ ചെയ്യണം. ചില കുട്ടികളൊക്കെ കാണാൻ ഗ്രാഫൊക്കെ ലൂസായിട്ട് അത് നോക്കും, അങ്ങനെയും ആവരുത്. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായോ? കെട്ടുമ്പോഴും സൂക്ഷിക്കണം, കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെ പേപ്പറാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ എന്താ പറയണത്? കോമ്പാക്ഷൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നൊരു ഇതാണ് പറയുന്നത്. ഇതിൽ കോമ്പാക്ഷൻ കർവ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് കോമ്പാക്ഷൻ കർവ് വരയ്ക്കാനുള്ള ചോദ്യമാണ്. അതിന്റെ ബേസിൽ അതിന്റെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും കണ്ടുപിടിക്കണം. അതർ പാരാമീറ്റേഴ്സും ഇവർ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്കറിയാം. നമ്മള് കോമ്പാക്ഷൻ കർവ് എന്ന് പറയുമ്പോൾ ഓൺ യുവർ വൈ ആക്സിസ് ഡ്രൈ ഡെൻസിറ്റി വേരിയേഷനും ഓൺ യുവർ എക്സ് ആക്സിസ് വാട്ടർ കണ്ടന്റ് വേരിയേഷനും ആണ് വേണ്ടത്. ഓക്കെ, വാട്ടർ കണ്ടന്റ് വേരിയേഷൻ കുഴപ്പമില്ല, അവർ പറഞ്ഞിട്ടുണ്ട് 12, 14, 16% എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. കണ്ടോ അവിടെ, കണ്ടോ അവിടെ ഇവർ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്, 0.110 എന്നുള്ള രീതിയിൽ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. 0.1, 0.12, 0.14 എന്നുള്ള രീതിയിൽ ഇത് ഓക്കെ. പക്ഷേ ഡ്രൈ ഡെൻസിറ്റി എന്നുള്ള സംഭവം നമുക്ക് എത്തണം. അതിനുള്ള ഒബ്സർവേഷൻ ആണ് മാസ് ഓഫ് വെറ്റ് സോയിൽ. മാസ് ഓഫ് വെറ്റ് സോയിൽസ് നിന്ന് യു ഹാവ് ടു ഡെവലപ്പ് ദി ഒബ്സർവേഷൻസ് ടു അറൈവ് അറ്റ് യുവർ ഡ്രൈ ഡെൻസിറ്റി. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് മാസിൽ നിന്ന് നമുക്ക് ഡെൻസിറ്റി എത്തുക? മാസിൽ നിന്ന് ഡെൻസിറ്റി എത്തിയാലും പോരാ, ഡ്രൈ ഡെൻസിറ്റി എത്തണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 1.68 ആണ് മാസ് എങ്കിൽ 1.68 ബൈ വോളിയം ഓഫ് ദി മൗൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷണം ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു മോഡലിൽ ഇട്ടിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. പല ട്രയൽസ് ആയിട്ടാണ്. 12% വാട്ടർ കണ്ടന്റിൽ നമ്മൾ സ്പെസിമെൻ കോമ്പാക്ട് ചെയ്യപ്പോൾ ഇതപ്പോൾ അതിന്റെ വെയിറ്റ് 1.68 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആ മണ്ണിനെ തിരിച്ച് നമ്മൾ ഇട്ടിട്ട് വീണ്ടും 2% കൂട്ടി 14% ഇട്ടപ്പോൾ വെയിറ്റ് കൂടി 1.85. അങ്ങനെ വെയിറ്റ് കൂടി വെയിറ്റ് കുറയുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് അവസാനിപ്പിക്കുക. അത്രയും ട്രയൽസ് ആണ് നമ്മൾ ടെസ്റ്റിന് എക്സിക്യൂഷൻ ട്രയൽസ് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് മാസ് 1.68 ആണെങ്കിൽ മാസ് ബൈ വോളിയം ചെയ്താൽ എന്ത് കിട്ടും? ബൾക്ക് ഡെൻസിറ്റി കിട്ടില്ലേ? 1.68 ഡിവൈഡഡ് ബൈ വോളിയം 950 ml എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അതിനെയൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. മാസ് 1.68 ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോഴേ 950 ml എന്ന് പറയുമ്പോൾ അതിനെ സെന്റിമീറ്റർ ക്യൂബിലാക്കണം. അല്ല, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാം പെർ സി സി ആക്കണം. അപ്പൊ 1.68 ഇൻറ്റു 10⁻³ എന്നാക്കണം കേട്ടോ. ഓക്കെ, അതായത് ഗ്രാം പെർ സി സിയിലല്ലേ നമുക്ക് വേണ്ടേ, കിലോഗ്രാമിലല്ലേ തന്നിരിക്കണേ. അപ്പൊ 1.68 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ അത്രയും ഗ്രാം ഡിവൈഡഡ് ബൈ 950 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.77 കിട്ടുന്നുണ്ടാവും. ഇവരിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹലോ. അപ്പൊ നമ്മൾ ഇതില് 1.77 അപ്പോ 1.68 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 950 എന്ന് പറയുമ്പോഴാണ് നമുക്ക് 1.77 വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 1.77 നമുക്ക് റോ എസ് ആണ്. റോ എസ് മാസ് പറഞ്ഞാൽ നമുക്ക് എന്താണ്? റോ ആണ് കിട്ടുക. റോ ഓഫ് ദി സോയിൽ ആണ്. റോ എസ് ഈക്വൽ ടു 1.68 ബൈ ഇൻറ്റു 10⁻³ ബൈ 950 എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടി? 1.77 കിട്ടി. ഇനി നമുക്ക് റോ ഡി ആണ് വേണ്ടത് അല്ലേ? നമുക്ക് റോ ഡി ആണ് നമ്മുടെ ആക്സിസിൽ വേണ്ടത്. അപ്പൊ റോ ഡി എന്താണ് ഇക്വേഷൻ? റോ ഡി ഈക്വൽ ടു റോ എസ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് അല്ലേ? അപ്പൊ റോ എസ് എത്ര കിട്ടി? 1.77 കിട്ടി. 1.77 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ ഡി കിട്ടും.
മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഈ 1.58 എത്തിയത്. അതുപോലെ ഓരോ ട്രയലും നിങ്ങൾക്ക് ചെയ്യാലോ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ റോ കിട്ടും. ഇതും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇത് ഡ്രൈ ഡെൻസിറ്റി വൈ ആക്സിസിലും നമ്മുടെ വാട്ടർ കണ്ടന്റ് എക്സ് ആക്സിസിലും ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് വരിക. അപ്പൊ അതിന്റെ മാക്സിമം വാല്യൂവിനെയാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് റീഡബിൾ ആണ് എക്സ് ആക്സിസിൽ നിന്ന് വൈ ആക്സിസിൽ നിന്ന്. അതിന് കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? യുവർ ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയാം കേട്ടോ. ഇതിൽ സീറോ എയർവേർഡ് ലൈൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേറെ കുറെ കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, തിയററ്റിക്കൽ മാക്സിമം ഡെൻസിറ്റി. വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയാം റോ ഡി ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1+E എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് ഇ എത്രയാന്നുള്ളത് കണ്ടുപിടിച്ചൂടെ? നമ്മൾ ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വോയിഡ് റേഷ്യോ ജി റോ ഡബ്ല്യു ബൈ റോ ഡി. ഈ റോ ഡി എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഒരു ടേബിളിന്റെ മുകളിൽ എന്താണോ വാല്യൂ അത് അയാളെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ജി ഇൻറ്റു റോ ഡബ്ല്യു 1 gram per cc. ജി ഈസ് ഗിവൺ ടു ഇൻ ക്വസ്റ്റ്യൻ 2.7 ആണ് തന്നിട്ടില്ലെങ്കിൽ 2.7 എടുക്കുക. എന്നിട്ട് മൈനസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.71 കിട്ടും. മനസ്സിലായോ? അതിന്റെ ശേഷം അടുത്ത ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി ആണ്. എന്താണ് ഈ കിട്ടി? ജി ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി. എസ് ആണ് ചോദ്യം. അപ്പൊ ഡബ്ല്യു ഇസ് എ വാട്ടർ കണ്ടന്റ്. സോ ആസ് പെർ ദിസ് ട്രയൽ ഇറ്റ് ഇസ് 0.12. സോ 0.12 ഇൻറ്റു 2.7 ഈസ് യുവർ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ ഇ. വോയിഡ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0.46, ദാറ്റ് ഈസ് 46% എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്തത് തിയററ്റിക്കൽ മാക്സിമം ഡെൻസിറ്റി ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കണം. ദാറ്റ് ഈസ് ജി റോ ഡബ്ല്യു ബൈ 1 + ജി ഡബ്ല്യു എന്നാണ് കേട്ടോ. ഇത് തെറ്റിക്കരുത്. തിയററ്റിക്കൽ മാക്സിമം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിനേക്കാളും വലിയ വാല്യൂ വരും. അതായത് റോ ഡി എത്രയാണ് കിട്ടിയത്? പ്രാക്ടിക്കലി 1.58 ആണ്, പക്ഷെ തിയററ്റിക്കലി അതിനേക്കാളും കൂടുതൽ 2.07 ആണ്, 04 ആണ് ഇക്വേഷൻ പ്രകാരം കിട്ടുക. ഇവിടെ വാട്ടർ കണ്ടന്റ് മാത്രമേ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. ഈ ട്രയലാണെങ്കിൽ 0.12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ട്രയലാണെങ്കിൽ 0.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഇതിനേക്കാളും വലിയ വാല്യൂസ് ആയിട്ട് ഇതിങ്ങനെ പോകും. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇതിന്റെ വരച്ചു വരുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചാടിപ്പോകുന്നതായിട്ട് കാണാം. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സെഡേവി ലൈൻ എന്ന് പറയാ. ദിസ് ഇസ് അവർ കോമ്പാക്ഷൻ കർവ്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ഇതൊന്നും പറയണ്ടല്ലോ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം. ഇതിൽ വേറൊരു സംഭവം എന്താണ് ഇവിടെ എന്തൊരു സാധനം പറയുന്നുണ്ട്. എന്തായിരുന്നു ഇവിടെ? എയർ വോയിഡ്സ് എന്ന് പറയുന്ന ചോദ്യം വന്നുകൊണ്ടാണ് റോഡിക്ക് എയർ വോയിഡ്സ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുത്തത്. അതുപോലെ ഇവര് അതിന്റെ സീറോ എയർ വോയിഡ് ലൈനിന്റെ ഇത് ചോദിച്ചത് കൊണ്ട് അതിന്റെ ഒരു സംഭവവും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ചെയ്തതായിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് നിർത്തിയാലോ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതാണ് എടുക്കുക കേട്ടോ. ഷിയർ സ്ട്രെങ്ത് എന്നുള്ള ടോപ്പിക് എടുക്കാം. അപ്പൊ ഷിയർ സ്ട്രെങ്ത് നമ്മൾ ക്ലാസ്സിൽ എടുക്കും. അപ്പൊ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകാൻ കാരണം എന്താണ്? വെള്ളം ഇങ്ങനെ പുഴ പോലെ വെള്ളം ഒഴുകാൻ കാരണം വെള്ളത്തിന് ഷിയർ സ്ട്രെസ് ഇല്ല, ഷിയർ സ്ട്രെങ്ത് ഇല്ല. മണ്ണ് അതുപോലെ ഇരിക്കാൻ കാരണം എന്താണ്? വെള്ളം ഇങ്ങനെ ഒഴുകാൻ കാരണം എന്താ? വൺ ലാമിന ഇസ് ഫ്രീ ടു ഫ്ലോ ഓവർ അപ്പോൺ ഇറ്റ്സ് ബോട്ടം ലാമിന. കാരണം അതിന് ഷിയർ സ്ട്രെസ് ഇല്ല, ഷിയർ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ മണ്ണിരിക്കാൻ കാരണം ദർ ഇസ് എ ടാൻജൻഷ്യൽ ബൗണ്ടിങ് ബിറ്റ്വീൻ ദ അപ്പർ ലെയർ ആൻഡ് ലോവർ ലെയർ. ആ ഒരു പിടുത്തത്തിനെയാണ് നമ്മൾ എന്താ പറയാ അവിടെ, അതുകൊണ്ടാണ് അതിന് ഷിയർ സ്ട്രെങ്ത് ഉള്ളത്. ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് പറയുന്നത് ഏതൊക്കെയാണ്? ഇതാണ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ MOS നിങ്ങൾ പഠിച്ചിട്ടുള്ള മൊഹർ-കൂളം തിയറി പ്രകാരമാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അതിന്റെ മൊഹർ-കൂളം ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഇത്തിരി പഠിക്കണം, നമുക്ക് നാളെ പഠിക്കാം. അതുപോലെ ഇങ്ങനെ സ്ലോപ്പ് ഫെയിൽ ആകുമ്പോൾ കണ്ടോ, അത് ഇതിനെ ഒരു ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയും. ആ ഫെയിലിയർ എൻവലപ്പിന്റെ ബേസിലാണ് നമ്മൾ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള സിയും ഫൈയും കണ്ടുപിടിക്കുക. അത് മൊഹർ-കൂളമാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ടോ ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ. അപ്പൊ അത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് വരിക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓരോ ക്വസി സോയിലിനും ക്വസ്റ്റൻലെസ് സോയിലിനും C5 സോയിലിനും എൻവലപ്പ് ഡിഫറെന്റ് ആണെന്നുള്ളതും പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. അപ്പൊ നാളെ ഏതെങ്കിലും റെമഡിയൽ അവർ ഫ്രീ കിട്ടുകയാണെങ്കിൽ നോക്കാം. നമ്മൾ കുറച്ച് പേര് നമുക്ക് അവിടെ ലാബിൽ പോയിട്ടൊന്ന് നോക്കാം കേട്ടോ. ലബോറട്ടറി ടെസ്റ്റുകൾ ഇതൊക്കെ പഠിക്കണം. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഉണ്ട്, UCC. അപ്പൊ അത് ഈ പിക്ചറുകൾ ഒന്ന് നോക്കി വരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ അവിടെ സോയിൽ ഫില്ല് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇതിലുള്ള പിക്ചേഴ്സ് മാത്രം നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഡയറക്റ്റ് ഷിയർ ബോക്സിൽ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അതിലെ ലോഡിങ് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ദാറ്റ് ഈസ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ഇനി ഇവിടെ ട്രൈആക്സിയലിന്റെ അപ്പാരറ്റസ് ഇതാണ്. അപ്പൊ ഇതിന്റെ സ്പെസിമെൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ അതിൽ പ്രഷറും കാര്യങ്ങളും കൊടുത്തിട്ടാണ് അതിന്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ എത്തുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത്
അടുത്തതെന്ന് പറയുന്നത് UCC ആണ് ടെസ്റ്റ്. UCC കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കുട്ടുകുറ്റി പോലെയാണ് നമ്മൾ സ്പെസിമെൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് വിത്ത് സീറോ ലാറ്ററൽ സ്ട്രെസ്, ലാറ്ററൽ പ്രഷർ, യു വിൽ ബി അപ്ലൈങ് ദ സ്ട്രെസ് അപ്പോൺ യുവർ സ്പെസിമെൻ ആൻഡ് ദ ഫെയിലിയർ വിൽ ബി ഒബ്സർവ്ഡ് ആസ് സച്ച്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ UCC ടെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതൊക്കെ മൊഹർ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓരോ ടെസ്റ്റിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് മൊഹർ സർക്കിൾ വരച്ചിട്ടുള്ള പ്രോബ്ലംസും ഫെയിലിയർ എൻവലപ്പിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ മൊഡ്യൂൾ കവർ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കത് നാളെ അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.